Hallelujah. Thank you, Lord Jesus. Hi, praise the Lord. Hi, brothers. നമ്മുടെ കർത്താവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. Thank you for joining. Once again, we are going to learn some important things. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് തന്നെ ആരംഭിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മുഖവര കൂടാതെ തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്ന് മാരകമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്ത് പോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഞാൻ ഈ വിഷയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാനായിട്ട് ഹിസ്റ്റോറിക്കലി ശ്രമിക്കുകയാണ്, ചരിത്രപരമായിട്ട് ശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ ഒരു മൃഗത്തെ കാണുന്നത് അത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമാണ്. ആ മൃഗത്തിന് 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്. 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗം, 10 രാജാക്കന്മാർ, 10 രാജമുടിയുള്ള ഒരു മൃഗം. സോ ആ 7 തല ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ മൃഗത്തെ, അതായത് വെളിപ്പാട് പുസ്തകത്തിലെ ഈ മൃഗം ഇസ്രായേലിൻ്റെ വിനാശത്തിന് ഹേതുവായ കാരണക്കാരായ സെലസ് മൂവ്മെൻറ്റ് ആയിരുന്നു എന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ നമ്മളത് വ്യക്തമാക്കി. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ ഈ മൃഗം ആൻറ്റി ക്രൈസ്റ്റ് ആണ് നമ്മൾ ഒത്തിരി ആൾ പറയുന്നത്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന പദം പോലും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഈ 7 മൃഗങ്ങൾ, അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ 7 തല സെലറ്റ് സിക്കാരി മൂവ്മെൻറ്റ്സിൻ്റെ 7 പ്രമുഖന്മാരായ രാജാക്കന്മാരെ കുറിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ ആരംഭത്തിലെ ആളാണ് ഹെസേക്കിയ. അദ്ദേഹത്തിൻ്റെ മകനായ ജൂഡ ഓഫ് ഗലീലി. നമുക്കിത് അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പുത്രനായ, അല്ലെങ്കിൽ ജൂഡായുടെ പുത്രന്മാരായ ജേക്കബ്, സൈമൺ ആൻഡ് ജായീർ, അങ്ങനെ 5 പേരായി. അതിനുശേഷം എലിയാസർ ബെൻ ജായീർ, അതായത് യായിറോസ് എന്ന് പറയുന്ന ജായീർ എന്ന് പറയുന്ന ആളിൻ്റെ മകനായ എലിയാസർ ബെൻ ജായീർ. അതിനുശേഷം ജൂഡാസിൻ്റെ കൊച്ചുമകനായ മെനാഹേം എന്ന് പറയുന്ന ഒരാൾ. ഇങ്ങനെ 7 രാജാക്കന്മാർ. ഇവരായിരുന്നു സെലസ് മൂവ്മെൻറ്റിലെ പ്രമുഖന്മാരായ രാജാക്കന്മാർ. നമ്മളിനി ഈ 7 രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു. ഹെസേക്കിയ, ജൂഡ, ജേക്കബ്, സൈമൺ, യായിർ, എലിയാസർ ബെൻ യായിർ ആൻഡ് മെനാഹിം. ഈ 7 രാജാക്കന്മാർ
സെലക്സ് മൂവ്മെൻറ്റിൻ്റെ പ്രമുഖമായ രാജാക്കന്മാരാണ്. ഇവിടെ 17-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ അവിടെയും ഇതുപോലൊരു മൃഗത്തെ കാണുന്നുണ്ട്. ആ മൃഗത്തിന് കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സ്ത്രീ, 9-ാം വാക്യം, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാരുമാകുന്നു. അപ്പം 7 മലയുള്ള 7 മലകളുടെ മുകളിൽ ഇരിക്കുന്ന പട്ടണം അത് റോമാണെന്ന് നമ്മൾ പൊതുവായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നു. 7 മലകളിലിരിക്കുന്ന പട്ടണം റോമല്ല, റോം മാത്രമല്ല, റോമും 7 മലകളുള്ള ഒരു പട്ടണം തന്നെയാണ്. എന്നാൽ നമ്മളിവിടുത്തെ കോണ്ടെക്സ്റ്റ് പരിശോധിക്കുമ്പോൾ ഇത് റോമിനെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ റോം മാത്രമല്ല 7 മലകളുള്ള ഒരു പട്ടണമായിട്ട് കാണും. യെരൂശലേമിലും 7 മലകളുണ്ട് എന്നത് യാഥാർത്ഥ്യം. അടുത്തത് പറയുന്നുണ്ട്, അത് 7 രാജാക്കന്മാരാകുന്നു. 7 രാജാക്കന്മാർ. ഈ മൃഗത്തിനും 7 രാജാക്കന്മാരുണ്ട്, 7 തല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് 5 പേർ വീണുപോയി. അതായത് യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് 5 പേർ വീണുപോയി. ഒരുത്തൻ ഉണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകും. അതായത് വീണുപോയി. ആ വീണുപോയവര് ഇതൊക്കെയാണ്. അതായത് അപ്പോസ്തലനായ യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് വീണുപോയവർ, ആ സമയത്ത് ഇല്ലാതിരുന്നവർ, അല്ലെങ്കിൽ മരിച്ചുപോയവർ. ഹെസേക്കിയ, ശിമയോൻ ആൻഡ് യായീർ, ഇങ്ങനെ 5 പേര് നേരത്തെ മരിച്ചു പോയിരുന്നു. നമുക്കതറിയാം. ഹെസേക്കിയായെ കൊന്നത് ഹെരോദാവാണ്. ജൂഡ ഹെരോദാവിനാൽ തന്നെ കൊല്ലപ്പെട്ടു. ജേക്കബ്, സൈമൺ, യായറെയൊക്കെ കൂടുതൽ ആളുകളെയും ഈ റോമൻസ് തന്നെ ക്രൂസിഫൈ ചെയ്യുകയായിരുന്നു. ഇവരെല്ലാവരും റോമിനെതിരായിട്ട് നിന്ന ആളുകളാണ്. എങ്ങനെങ്കിലും യെരൂശലേമിനെ സ്വതന്ത്രമാക്കണം. യെരൂശലേമിനെ സ്വതന്ത്രമാക്കാനായിട്ട് റോമിനെതിരെ നിന്ന ആളുകളാണ് ഈ രാജാക്കന്മാർ 5 പേർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ കുറഞ്ഞോന്നിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രം ഇരിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. നമ്മൾ ഈ വിഷയങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അവൻ്റെ തലകളിൽ ഒന്ന് മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. തലകളിൽ ഒന്ന് മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. തീർന്നില്ല, അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു മുറിവേറ്റ തലയുണ്ട്, അല്ലെങ്കിൽ ഈ മൃഗത്തിന് എന്ത് സംഭവിച്ചു? ഒരു മൃഗമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു മൃഗത്തിന് 7 തലയാണ്. അപ്പം ആ മൃഗത്തിൻ്റെ ഒരു തലയ്ക്ക് മാരകമായ മുറിവേറ്റു. അടുത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അതിൻ്റെ മുറിവും പുറത്തുപോയി. പക്ഷെ അതെന്തായി? പെട്ടെന്നത് പുറത്തുപോയി, നിങ്ങൾ സുഖപ്പെട്ടു. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവഭൂമിയും എന്ന വാക്കുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമി എന്നവൻ അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഗേ എന്നാണ്. ഗേ എന്ന വാക്കിൻ്റെ അർത്ഥം ലാൻഡ് എന്നാണ്. അല്ലാതെ ഇത് ഭൂലോകം മുഴുവൻ 5 വൻകരകളും കണ്ടു എന്ന അർത്ഥമല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ ലാൻഡാണ്. ആ ലാൻഡ് കണ്ടു. ഈ മൃഗത്തിൻ്റെ മുറിവ് പുറത്തു വരുന്നത് കണ്ട് അവർ വിസ്മയിച്ചു എന്നാണ്. നമ്മൾ അതിനകത്ത് ഹെസേക്കിയയെ കണ്ടു. അതിനുശേഷം ഇവരെല്ലാവരും നാം നേരത്തെ പറഞ്ഞ കട്ടാരക്കാർ, അതായത് സിക്കാരികളാണ്. കട്ടാരക്കാരെന്ന് പറയും. ഇവരെല്ലാവരും കരങ്ങളിൽ ആയുധങ്ങളുമായിട്ട് നടക്കുന്ന റോബേഴ്സാണ്. ഇവർ കലാപകാരികളാണ്. ഇവരുടെ കലാപത്തിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: കൊള്ളയടിക്കുക, മറ്റുള്ളവരെ ലൂട്ട് ചെയ്യുന്ന എന്നല്ല അവരുടെ പ്രധാന ലക്ഷ്യം. റോമിനെ യെരൂശലേമിൽ നിന്ന് അകറ്റിക്കളയുക. അതായത്
ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മേലോ ജനത്തിൻ്റെ മീതെയോ ഭരണം ഒരിക്കലും അനുവദിക്കുകയില്ല. അടിമകളായിരിക്കുന്നതിനേക്കാൾ നല്ല മരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആലയത്തെ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. ദൈവത്തിന് മാത്രമാണ് അവിടെ ആരാധന അർപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള നിബന്ധനകൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് വിസിക്കാരികൾ എന്ന് പറയുന്നത്. അത് പ്രമുഖനായിരുന്നു ഹിസേക്കിയ, അദ്ദേഹത്തിൻ്റെ മകനായ ജൂഡാസിന് ശേഷം നമ്മൾ പഠിച്ചത് ജേക്കബ്, സൈമൺ, ജായിർ. ഇവര് ഈ 3 പേര് ടിബരിയസ് അലക്സാണ്ടർ എന്ന് പറയുന്ന റോമൻ പ്രോസിക്യൂട്ടറിൻ്റെ കാലത്ത് ക്രൂസിഫൈഡ്. അതായത് ഇതിനകത്ത് സൈമണെയും ജേക്കബിനെയും ക്രൂസിഫൈ ചെയ്തു. കാരണം ഇവര് റോമിനെതിരെ മത്സരിച്ചതുകൊണ്ട്. ഇത് നമ്മളെല്ലാം ഈ ജോസീഫസിന്റെ പുസ്തകം ആന്റിക്വിറ്റീസ് ഓഫ് ജൂസിൽ കാണാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം ഞാൻ ഇനി പോകുന്നില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് ഹെസേക്കിയ, ജൂഡാ ദ ഗലീലിയ, സൈമൺ, ജേക്കബ്, യായിറിന് ശേഷം നമ്മൾ കാണുന്നത് എലിയാസർ ബെൻ യായിറാണ്. അതിനുശേഷം പ്രമുഖനായ ആളെന്ന് പറയുന്നത് മനാഹേം. എന്നാൽ ഈ സൈമൺ, ജേക്കബ് ബെൻ യായിർ, ഈ ജൂഡായുടെ 3 മക്കൾക്ക് ശേഷം ഈ കുലത്തിൽ പെടാത്ത, അതായത് ഈ ഹെസേക്കിയ ഡയനാസ്ട്രിയിൽ പെടാത്ത, ഹെസേക്കിയയുടെ ആ കുടുംബ പശ്ചാത്തലത്തിൽ പെടാത്ത ഒരാള്, അദ്ദേഹത്തിൻ്റെ പേര് എലിയാസർ ബെൻ അനന്യാസ് എന്നാണ്. എലിയാസർ ബെൻ അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ സെലസ് മൂവ്മെൻറ്റിൻ്റെ നേതാവായിട്ട് കടന്നു വന്നു. ഈ എലിയാസർ ബെൻ അനനാസ് എന്ന് പറയുന്നത് അനന്യാസ് എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതന്റെ മകനാണ്. അനന്യാസ് എന്ന മഹാപുരോഹിതനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഈ വിഷയം ബൈബിളിലുണ്ട്. അതായത് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ നമുക്ക് ഈ ആളിനെ കാണാൻ പറ്റും. അതായത് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ 23:1 ഇങ്ങനെയാണ്: പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്കടിപ്പാൻ കൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ വായ്ക്കടിക്കാൻ കൽപ്പിച്ച, അവന്റെ വായ്ക്ക് ഒരു അടി കൊടുപ്പാൻ കൽപ്പിച്ചതായ മഹാപുരോഹിതന്റെ പേരാണ് അനന്യാസ്. ഈ അനന്യാസ് നമുക്കറിയാം, 3-ാമത്തെ വാക്യത്തിൽ ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ നീ ന്യായപ്രമാണപ്പാരെ എന്നെ വിധിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അപ്പൊ പൗലോസിനെ അടിക്കാനായിട്ട് കൽപ്പിച്ച ഈ മഹാപുരോഹിതന്റെ മകനാണ് എലിയാസർ ബെൻ അനന്യാസ്. ഇതാണ് ചരിത്രം. അപ്പം ബെൻ എന്ന് പറഞ്ഞാൽ പുത്രൻ, അനന്യാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര്. അപ്പം എലിയാസർ ബെൻ അനന്യാസ് പറഞ്ഞാൽ അനന്യാസിന്റെ പുത്രനായ എലിയാസർ എന്ന്. ഈ ആള് അനന്യാസ് എന്ന് പറയുന്ന ഈ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം അനന്യാസ് ബെൻ നെഡേ ബയാസ് എന്നാണ്. അതായത് അനന്യാസ് ബെൻ നെഡാബേസ് എന്ന് പറയുന്ന ഈ പുരോഹിതൻ, അനന്യാസ് പുരോഹിതൻ, അത്രയും നമ്മുടെ മനസ്സിലിരിക്കുക. ഇദ്ദേഹം AD 46 മുതൽ 52 വരെയുള്ള കാലഘട്ടങ്ങളിൽ യെരുശലേമിൽ പുരോഹിതനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹമാണ്, അനന്യാസ് ആണ് ഒരു റോമുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ പിടിപാടുള്ള, അല്ലെങ്കിൽ റോമിനോട് മയത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകനാണ് എലിയാസർ ബെൻ അനനാസ്. ഈ എലിയാസർ ബെൻ അനനാസ് എന്ത് ചെയ്തു? ഈ സമയത്ത് സെലസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഈ എലിയാസർ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ജുഡായിസ് സെലസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് ഹെസേക്കിയ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിൽ പെടാത്ത ഒരാളാണ് എലിയാസർ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒത്തിരി സിക്കാരികളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സിക്കാരി മൂവ്മെന്റ്സ് വളരെ പ്രബലമായിട്ട് ആ സമയത്തുണ്ട്. ഈ സിക്കാരികൾ എന്ത് ചെയ്തു? ഈ എലിയാസറിനെ കിഡ്നാപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ അനന്യാസും റോം ആളുകളോട് ചേർന്ന് ഒരുപാട് സിക്കാരികളെ
അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു. അവരിൽ ഏകദേശം ഒരു 10 പേരെ വിട്ടയക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് മോചനദ്രവ്യമായിട്ട്, അതായത് ഈ 10 റോബേഴ്സിനെ, സിക്കാരികളെ റിലീസ് ചെയ്യാൻ വേണ്ടി എലിയാസർ ബെൻ അനനാസിനെ എന്ത് ചെയ്തു? തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാര്യം സാധിപ്പിച്ചതിനാൽ തട്ടിക്കൊണ്ടുപോയ ആളെ കൊല്ലാതെ വെറുതെ പിടിക്കും. അങ്ങനെ അനന്യാസ് പറഞ്ഞ സിക്കാരികൾ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, സിക്കാരികൾ തന്നെയാണ് ഈ സെലസ് മൂവ്മെൻ്റ് ആളുകൾ. പക്ഷേ ഇവരുടെ ഇടയിൽ തന്നെ പകയും മത്സരങ്ങളും ഒക്കെ ധാരാളമുണ്ട്, ഒത്തിരിയുണ്ട്. അത് നമ്മൾ നല്ലപോലെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. ഇവരുടെ ഇടയിലെ ലീഡേഴ്സിനിടയ്ക്ക് തന്നെ വലിയ 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 മത്സരങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ എലിയാസർ ഒരു ദിവസം തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമയത്ത്, അതായത് റിലീസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് റോമിൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു വലിയൊരു ഗ്രൂപ്പ്, ഗസിയസ് ഫ്ലോറസ് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ ഒരു കൂട്ടം പടയാളികളുമായിട്ട് വന്ന് യെരുശലേമിൻ്റെ വളഞ്ഞ് യെരുശലേമിലെ സ്വർണവും മറ്റും വിളപിടിപ്പുള്ളതിനെ അപഹരിപ്പാനായിട്ട് വരികയായിരുന്നു. അപ്പോൾ എലിയാസർ ബെൻ അനനാസ് എന്ന് പറയുന്ന ഈ അനനാസ് പുരോഹിതൻ്റെ മകന്, ചെറുപ്പക്കാരനാണ്, വളരെ ധൈര്യശാലിയായ ഇയാൾ, ഇത് കാണുകയും ഇദ്ദേഹം പെട്ടെന്ന് കാഹളമെടുത്ത് ഊതി, വലിയ കാഹളം ഊതി, യെരുശലേമിലുള്ളൊരു വലിയ കൂട്ടം യൗവനക്കാരെ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് ഈ ഫ്ലോറസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മനസ്സിലാകണം, യെരുശലേം ദേവാലയത്തിനകത്തെ സ്വർണം എടുക്കാനായിട്ട് വരിക. അപ്പോൾ എലിയാസർ ബെൻ അനനാസ് എന്ത് ചെയ്തു? ഇതിനെതിരെ ശബ്ദമുയർത്തി ആളുകളെ കൂട്ടി, അങ്ങനെ ഈ റോമൻ പ്രോസിക്യൂട്ടറിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം AD 66 എലിയാസർ ഇങ്ങനെ തീരുമാനിച്ചു. അത് ജോസിഫസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ ട്രൂ ബിഗിനിങ് ഓഫ് ജൂയിഷ് റോമൻ വാർ എന്ന് പറഞ്ഞാൽ ഇനിയും വെക്കേണ്ട ആവശ്യമില്ല, ഇതാണ് റോമുമായിട്ടുള്ള യഹൂദൻ്റെ യുദ്ധം എന്ന അതിൻ്റെ തുടക്കം എന്നോണം അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ഇനി ഒരിക്കലും അനധികൃതമായ ഒരു സാക്രിഫൈസും ഒരു ഓഫറിങ്ങും ഒരു ജാതികളിൽ നിന്നും യെരുശലേമിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് എലിയാസർ ബെൻ അനനാസ് ശക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ മോശയുടെയും അഹരോന്റെയും പഴയ നിയമകാലത്തിരുന്ന് അതുപോലെ യെരുശലേം വേണം, അതിനകത്ത് വേറൊരാളുടെ കൊണ്ടുവരാനോ മറ്റ് റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി യാഗം നടത്താനൊന്നും പാടില്ല എന്ന് ഈ എലിയാസർ ബെൻ അനനാസ്, അനന്യ പുരോഹിതന്റെ മകനായ ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം സെലസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഇത് നമുക്ക് വാർ ഓഫ് ദ ജൂസ് പുസ്തകം 2 ചാപ്റ്റർ 17 ഭാഗം 2 കാണാൻ പറ്റും, ഈ ഇദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷൻ. അതിനുശേഷം ഈ ഗ്രൂപ്പിൻ്റെ, അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഹി ബിക്കെയിം ദ ചീഫ് ലീഡർ ഓഫ് ദ ടെമ്പിൾ ഗാർഡ്. അദ്ദേഹം യെരുശലേം ദേവാലയത്തിൻ്റെ കാവൽക്കാരനായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. ഒരു വലിയ ഗ്രൂപ്പ് ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ അനാവശ്യമായ ഒരു സാക്രിഫൈസ് പോലും അനുവദിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കും. അങ്ങനെ അതപ്പം, അതായത് കൈസറിന് വേണ്ടി യാഗം നടത്തുക, പുരോഹിതം മറ്റു ആളുകൾക്ക് വേണ്ടി അങ്ങനെയുള്ള പരിപാടി ഇനി യെരുശലേമിൽ സംഭവിക്കത്തില്ല, അത് സാധിക്കത്തില്ലെന്ന് വളരെ കൃത്യമായ നിലയിൽ എലിയാസർ ബെൻ അനനാസ് പ്രഖ്യാപിച്ചു. ഇദ്ദേഹമാണ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ 7 തലയിൽപ്പെട്ട ആളല്ലെങ്കിലും ഏകദേശം 12ഓളം രാജാക്കന്മാരുണ്ട്. അതിനകത്ത് പ്രമുഖന്മാർ 7 പേരാണ്. അത് 7 പേരും ഹെസേക്കിയ ഡൈനാസ്ട്രിയിൽ 7 പേരേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാന വിഷയം. അതായത് ഈ സെലസ് മൂവ്മെന്റിന്റെ സ്ഥാപകനായ ഹെസേക്കിയായുടെ കുലത്തിൽ, ആ ഡൈനാസ്ട്രിയിൽപ്പെട്ട ആ ബ്രാഞ്ചിലുള്ള 7 രാജാക്കന്മാരേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എസേക്കിയ ഉണ്ട്, ജൂഡ ഉണ്ട്, സൈമൺ ഉണ്ട്, ജേക്കബ് ഉണ്ട്, ജായിർ ഉണ്ട്, അങ്ങനെ 5 പേര് വീണുപോയി. ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ അത് നമ്മൾ അങ്ങോട്ട് പഠിച്ചോളാം. എലിയാസർ ബെൻ ജായിറിന്റെ പുത്രനായ എലിയാസർ. അപ്പൊ എലിയാസർ ബെൻ അനനാസ് വേറെയാണ്, ജായിർ വേറെയാണ്. ജായിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ജുഡാസിന്റെ കൊച്ചുമകനാണ്, എസേക്കിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ. അതിനുശേഷം മനാഹേം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഹെസേക്കിയ ഡൈനാസ്ട്രിയിലെ ആളുകൾ. ഇങ്ങനെയാണ് 7 തലകൾ. അതായത് ഈ മൃഗത്തിന്റെ 7 തലകൾ, 7 രാജാക്കന്മാരെന്ന് പറയുന്നത് ഈ 7 പേരാണ്. പക്ഷെ അവർക്ക് ഇൻ ബിറ്റ്വീനിൽ മറ്റു ചില ആളുകളും കൂടെ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ അനനിയാസ് പുരോഹിതൻ. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ പൗലോസിന്റെ ചെകിട്ടത്തടിക്കാൻ പറഞ്ഞ, ഞാനിത് വീണ്ടും പറയുന്നത് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എസേക്കിയയുടെ അല്ലെങ്കിൽ പൗലോസിന്റെ മുഖത്തടിക്കാൻ ആവശ്യപ്പെട്ട ആ പുരോഹിതന്റെ മകനാണ് എലിയാസർ ബെൻ അനനാസ്. അദ്ദേഹമാണ് പിന്നെ ബിഗിനിങ് ഓഫ് ദ വാർ ഓഫ് ജൂസ് വിത്ത് റോമൻ എന്നുള്ള ഡിക്ലറേഷനുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നു. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി വാസ് മെൻഷൻ വാർ ഓഫ് ദ ജൂസിൽ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തു. സിക്കാരികളും ഇദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്തു. അഗ്രിപ്പ രാജാവിനെതിരെയും മറ്റ് അതായത് അഗ്രിപ്പാവിനെതിരെ, അതായത് ഹെറോദിയൻ ഡൈനാസ്ട്രിയിലെ രാജാക്കന്മാർക്കെതിരെയും അവരുടെ പ്രവൃത്തികൾക്ക് വിരുദ്ധമായിട്ടുമൊക്കെ എലിയാസർ ബെൻ അനനാസിന്റെ നേതൃത്വത്തിലുള്ള സിക്കാരികളും മറ്റ് ജൂയിഷ് റിബലിയസ് ഗ്രൂപ്പുകൾ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇവര് ധാരാളം ഇവൻ റോമിനെ തന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഈ സമയത്താണ് ഞാൻ മുമ്പ് പറഞ്ഞു സിറിയയുടെ രാജാവ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സിറിയയുടെ രാജാവിനെ അല്ലെങ്കിൽ സിറിയയുടെ ആ റൂളറിനെ സീസർ ഇങ്ങോട്ട്, നീറോ സീസർ ഇങ്ങോട്ട് അയക്കുകയാണ്. ഏതിനാ? ഇവിടുത്തെ ഈ കലാപങ്ങളെ അടിച്ചമർത്തച്ചിന്. ഈ ചിത്രം നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗമാണ്. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത്. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നത് ഒരു മഴവില്ലും വില്ലുമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നുള്ള തുടക്കമാണ്. അപ്പോൾ ആരംഭിക്കുകയാണ്. ആ ആരംഭം, അതായത് ആ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത് ഈ സിറിയൻ രാജാവായ സെസ്റ്റസ് ഗാലിയസ് വരികയാണ്. ഈ സെസ്റ്റസ് ഗാലിയസിനെ തോൽപ്പിച്ചത് ഈ നമ്മൾ പറയുന്ന ഈ സെലറ്റ്സ് മൂവ്മെന്റിന്റെ ആളുകൾ തന്നെയാണ്. ഓക്കെ, ഞാനത് അതിലേക്ക് വരുന്നു. ഇവിടെ അങ്ങനെ ഏകദേശം സൂൺ ആഫ്റ്റർ ദിസ് എലിയാസറിന്റെ ഫാദർ അനനിയാസ് വാസ് കിൽഡ് ബൈ മനാഹേം. അതായത് ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം വലിയ ഹിസ്റ്ററിയാണ്. അതായത് ഈ മഹാപുരോഹിതന ഈ അനനാസ് എന്ന് പറയുന്ന ഇദ്ദേഹം റോമിനെ സപ്പോർട്ട് ചെയ്ത പുരോഹിതനാണ്. അല്ലാതെ ഇവർ ഇസ്രായേലിന്റെ സപ്പോർട്ടല്ല. ഇദ്ദേഹം ഒരു റോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന റോമിനാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പുരോഹിതൻ. ഇദ്ദേഹത്തെ നമ്മുടെ എലിയാസർ ബെൻ യായീറിന്റെ റിലേഷനിലുള്ള അല്ലെങ്കിൽ സെലറ്റ്സ് മൂവ്മെന്റിന്റെ പിതാവായ ഹെസേക്കിയയുടെ ഗ്രാൻഡ് സൺ ആയ മനാഹേം എന്ന് പറയുന്ന ആള്, അദ്ദേഹം സൺ ഓഫ് ജൂഡാസിന്റെ മകനാണ്. അതായത് ജൂഡാസിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ്. എന്താ പറയുക, ജൂഡ ഓഫ് ഗലീലയുടെ കൊച്ചുമകൻ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ അനനാസിനെ ദൈവാലയത്തിനകത്ത് വെച്ച് തന്നെ കൊന്നു. വലിയ വിഷയങ്ങളായത്. അതായത് ബുക്ക് ഓഫ് ജൂസ്, വാർ ഓഫ് ദി ജൂസ് ബുക്ക് നമ്പർ 2 ചാപ്റ്റർ 17 പാർട്ട് 8 and 9 ഈ ഭാഗത്താണ് മെനാഹേമിനെ കുറിച്ചുള്ള വിവരണമുള്ളത്. അങ്ങനെ മെനാഹേം ബിക്കം ദ ലീഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ് ഇൻ സെപ്റ്റംബർ AD 66. ഓഗസ്റ്റിൽ നമുക്കറിയാം, ഓഗസ്റ്റിലാണ് ഇതൊക്കെ ഓരോ മാസങ്ങളിൽ സംഭവിക്കുന്നത്. എലിയാസർ ബെൻ അനനാസ് ഈ റോമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ സമയത്ത് ജൂയിഷ് സെലറ്റ്സ് മൂവ്മെന്റിനകത്തുനിന്ന് തന്നെ ആ ഡൈനാസ്ട്രിയിൽപ്പെട്ട് തന്നെ ഒരാൾ, ആ ആളിനെ കുറിച്ചാണ് നമ്മുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരുത്തനുണ്ട്, ഇനി 6-ാമത്തെ ഒരുത്തൻ, 7-ാമത്തെ വരാൻ പോകും. ഈ 7-ാമത് വരാൻ പോകുന്ന ഈ ആളിന്റെ പേരാണ് മനാഹേം. ഈ മനാഹേം എന്ന് പറയുന്ന ആള് വളരെ കുറച്ച് കാലം മാത്രമേ ഭരിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഈ നിലവിലുള്ള എല്ലാ രാജാക്കന്മാരെക്കാളും വലിയ പ്രമുഖനായ ഒരാളായിരുന്നു. ഈ മനാഹേം ഇദ്ദേഹത്തിന്റെ അതായത് എലിയാസർ ബെൻ അനനാസിന്റെ അപ്പനായ അനന്യാസ് എന്ന മഹാപുരോഹിതനെ കൊന്ന ശേഷം
സെപ്റ്റംബർ മാസം AD 66 അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ലീഡറായി മാറി. ജോസീഫസ് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മാസത്തേക്ക് മാത്രം എലിയാസർ ആൻഡ് ഹിസ് പാർട്ടി എന്ത് ചെയ്തു? എലിയാസർ, അതായത് ഈ അനന്യാസിന്റെ മകനായ എലിയാസർ ബൻ അനനാസും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും കൂടെ എന്ത് ചെയ്തു? ഈ മനുഷ്യനെതിരെ, തൻ്റെ അപ്പനെ കൊന്നവനെതിരെ എന്ത് പറഞ്ഞ പ്രതികാരം ചെയ്ത് അനനാസ് ബൻ അനനാസിനെ ഡിസംബർ മാസം കൊന്നുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നതുകൊണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് എലിയാസർ ബൻ അനനാസ് തൻ്റെ അപ്പനായ അനന്യാസ് എന്ന മഹാപുരോഹിതനെ കൊന്ന മഹനേമിനെ അദ്ദേഹം രാജത്വത്തിലേക്ക്, പദവിയിലേക്ക് എത്തിയതിൻ്റെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കൊന്നുകളഞ്ഞു. സെപ്റ്റംബർ മാസമാണ് അദ്ദേഹം രാജാവായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ ഡിസംബർ മാസമായപ്പോഴേക്കും മനാഹേമിനെ കൊന്നുകളഞ്ഞു. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 5 പേർ വീണുപോയി, 6ാമതൊരാൾ ഇപ്പോൾ ഉണ്ട്, 7ാമത്തവൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ വന്നാൽ കുറഞ്ഞോന്ന് വളരെ ചുരുങ്ങിയ കാലത്ത് നിൽക്കേണ്ടത്. അങ്ങനെ ഹെസക്കിയ ഡൈനാസ്ട്രിയിലെ സമാപന രാജാവായ മഹനേം എന്ന് പറയുന്ന ആള് രംഗത്ത് വരുന്നു. ഈ മഹനേമിന്റെ ചരിത്രം നിങ്ങൾ വായിക്കുന്നെങ്കിൽ വാർ ഓഫ് ദി ജ്യൂസ് ബുക്ക് നമ്പർ 2 ചാപ്റ്റർ 17 8 and 9 പാർട്ട്, ഈ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളിൽ ജോസീഫസ് മഹനേം എന്ന് പറയുന്ന ആളിന്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്താണ്, അതായത് ഈ സമയത്ത് മഹനേമിനെ കൊന്നുകളഞ്ഞു. ശ്രദ്ധിക്കണം, മഹനേമിനെ കൊന്നിട്ട് എലിയാസർ എന്ത് ചെയ്തു? ഇപ്പൊ എലിയാസറാണ് കൊന്നുകളഞ്ഞു. എലിയാസർ വീണ്ടും കൺട്രോള് കൊണ്ടുവന്നിട്ട് 10 ജനറലുകളെ ഈ എലിയാസർ ബൻ അനനാസ് സെലക്ട് ചെയ്തു. ആ 10 ജനറൽസിന്റെ പേരാണ് നമ്മൾ 10 കൊമ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 10 കൊമ്പ്. ഈ റോമിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് 10 ജനറലുകളെ ഇദ്ദേഹം തെരഞ്ഞെടുത്തു. അവസാനം ഈ 10 ജനറലിനകത്ത്, സോറി, ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എലിയാസർ അല്ല, ഒന്ന് തെറ്റിദ്ധരിക്കരുത്. ഇയാളെ കൊന്ന ശേഷം എലിയാസർ എന്ന് പറയുന്ന എലിയാസർ ബൻ അനനാസ് അദ്ദേഹത്തെ ഇഡൂമിയൻ ജനറലായി, ഹിസ്റ്ററിക്കകത്തൊരു കോംപ്ലിക്കേഷൻ, ഇഡൂമിയ എന്ന് പറയുന്ന രാജ്യത്തെ ജനറലായിട്ട് ഈ ബൻ അനനാസിനെ മാറ്റി. ആ സമയത്താണ് എലിയാസർ ബൻ യായീർ എന്ന് പറയുന്ന ആള് വീണ്ടും രംഗത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം മരിച്ചു പോകുന്നില്ല കേട്ടോ. യായീർ രംഗത്ത് വരുന്നുണ്ട്. സോ ഇദൂമിയന്റെ അല്ലെങ്കിൽ ജൂഡിയയുടെ സൗത്തുള്ള ജനറലായിട്ട് ഈ എലിയാസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. ഇത്രയും കൊണ്ട്, അതായത് ഈ എലിയാസർ ബൻ അനനാസ് പറഞ്ഞ അനന്യാസ് മഹാപുരോഹിതന്റെ മകൻ ജനറലായിട്ട് മാറി. അതായത് റൂളർഷിപ്പിൽ നിന്ന് എങ്ങോട്ട് പോവാ? 10 ജനറൽ, അതായത് മൃഗത്തിന്റെ 10 കൊമ്പിലെ ഒരു കൊമ്പായിട്ട് എലിയാസർ ബൻ അനനാസ് മാറുകയാണ്. അതോടെ അദ്ദേഹത്തിന്റെ ചരിത്രം ജോസീഫസിന്റെ പുസ്തകങ്ങളിൽ അവസാനിക്കുക. അതിനുശേഷമാണ് അതിന് തൊട്ടു ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇവര് ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, ഈ 66 മുതലുള്ള സമയങ്ങളിൽ തന്നെ എലിയാസർ ബൻ ജായീർ എന്ന് പറയുന്ന ജായീറിന്റെ മകനായ എലിയാസർ ബൻ ജായീർ 66 മുതൽ 73 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സെലറ്റ്സ് മൂവ്മെന്റിന്റെ നേതാവായിട്ടിരുന്നത്. 66 മുതൽ. അതിനിടയ്ക്ക് വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 പേരുണ്ടായിരുന്നു, ഒരുത്തൻ ഇപ്പോൾ ഉണ്ട്, 7ാമതൊരുത്തൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7ാമതൊരുത്തൻ വന്നത് മഹനീമാന്ന് ഞാൻ പറഞ്ഞു. മഹനീമിന്റെ ശേഷം എലിയാസർ ബൻ ജായീർ എന്ന് പറഞ്ഞ ഒരാൾ 8ാമതൊരുത്തൻ വരുന്നു എന്ന് ബൈബിൾ വാക്യമുണ്ട്. 8ാമതൊരുത്തൻ. ഇദ്ദേഹം 73 വരെ, അതായത് യെരുശലേമിന്റെ നാശത്തിന് ശേഷവും 73 വരെയാണ് നിലനിന്നിരുന്നത്. ഇതിനിടയ്ക്ക് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ഞാനത് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഈ എലിയാസർ സെലറ്റ്സ് മൂവ്മെന്റിന്റെ തന്നെ ഡൈനാസ്ട്രിയിൽപ്പെട്ട ആളാണ്. എലിയാസർ ബൻ ജായീർ എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ഓഫ് ജൂഡയാണ്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, എസെക്കിയയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം
ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയുമോ, മസാദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എസ്കേപ്പായി. ഈ മസാദ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. നമ്മൾ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കലി അറിയേണ്ട ഒരു പദമാണ് മസാദ. ഈ മസാദ എന്ന് പറയുന്നത് ഹെറോദ് രാജാവ് പണിത ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു വലിയ പ്ലേറ്റൂൻ്റെ മുകളിലുള്ള ഒരു പീഠഭൂമി, അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, വലിയ ഹൈറ്റിലുള്ള ഒരു ഫോർട്രസ്സാണ്. അത് ഹെറോദ രാജാവാണ് പണിത്. ഈ മസാദയിലായിരുന്നു ഹെറോദ രാജാവിൻ്റെ സൈന്യവും അതിൻ്റെ ആയുധങ്ങളും ശേഖരിച്ചു വെച്ചിരുന്നത്. ഈ എലിയാസർ ബൻ ജായിറും മഹനേമും കൂടെ ഈ മസാദയെ അറ്റാക്ക് ചെയ്ത് അവിടുത്തെ സകലവിധമായ ആയുധങ്ങളുമായിട്ട് മനാഹേം എന്ന് പറയുന്ന ആള് തിരിച്ചു വരുന്നുണ്ട്. ഈ മനാഹേം എന്ന് പറയുന്ന ആള് വളരെ പ്രധാനപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞു, കാരണം അദ്ദേഹം വളരെ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇദ്ദേഹത്തെ ആയിരുന്നു മിശിഹ എന്ന് ആളുകൾ വിചാരിച്ചിരുന്നത്. അതായത് രക്ഷിക്കാനായിട്ട് വന്ന മശിഹയാണ് മനാഹേം എന്ന് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. കാരണം ഇദ്ദേഹം മസാദായിൽ നിന്ന് സകലതും അവരുടെ റോമൻ ഗാരിസൺ എല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് ആയുധങ്ങളെല്ലാം കൂടെ കൈവശപ്പെടുത്തി, ആയുധങ്ങളെല്ലാം കൂടെ തൻ്റെ ഗ്രൂപ്പിലെ ആളുകൾക്ക് കൊടുത്ത് താന് മസാദായിൽ നിന്ന് രാജാവായിട്ടാണ് യെരുശലേമിലേക്ക് വരുന്നത്. യെരുശലേമിലേക്ക് വന്ന് രാജവേഷം ധരിച്ച് ആ വലിയ ധൂമ്ര വസ്ത്രമൊക്കെ ധരിച്ച് രാജാവിൻ്റെ പ്രൗഢിയോടുകൂടിയാണ് യെരുശലേം ദേവാലയത്തിനകത്ത് ആരാധിക്കാനായിട്ട് പോകുന്ന. ആ വിഷയം ഞാൻ വെച്ചിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. അങ്ങനെയാണ് ഇദ്ദേഹത്തെ എതിരായിട്ട് പ്രതിസന്ധി വരികയും എതിർക്കാൻ വരികയും അങ്ങനെ അനനാസിനെ കൊല്ലുകയൊക്കെ ചെയ്ത ചരിത്രമാണ്. ഞാൻ പറഞ്ഞില്ല, ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. നമുക്കെല്ലാം കൂടെ പറഞ്ഞാൽ കാര്യങ്ങൾ എങ്ങും എത്തുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടേമും വിശദീകരിക്കാനായിട്ട് മണിക്കൂറുകൾ നമ്മൾ ചരിത്രങ്ങൾ പറയേണ്ടി വരും. അത് നിങ്ങൾക്ക് ഒത്തിരി ബോറായിരിക്കും, നമുക്ക് അത്യാവശ്യം അതില്ലതാണ്. അങ്ങനെ ജോസീഫസ് ഈ വിഷയങ്ങളെ വളരെ ശക്തമായിട്ട് മസാദയുടെ സംബന്ധിച്ച് പറഞ്ഞു. മസാദ എന്ന് പറയുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് റോം അവസാനമായിട്ട് ഈ സെലസ് മൂവ്മെന്റിനെ തീർക്കുന്നത്, അവസാനിക്കുന്നത്. അതായത് സെലസ് മൂവ്മെന്റിന്റെ ഈ മൃഗം എന്നേക്കുമായിട്ട് കൊല്ലപ്പെടുന്നത് 73-ലാണ്. അത് മസാദയിൽ വെച്ച് ഏകദേശം 969 ആളുകൾ എലിയാസർ ബൻ യായീറിന്റെ നേതൃത്വത്തിൽ അവിടെ തമ്പടിച്ചു, വലിയൊരു കോട്ട പണിതു. അവസാനം റോമ സൈന്യം ആ കോട്ടയ്ക്കെതിരെ തീയിട്ട് അകത്ത് കയറി ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ ആ ചരിത്രങ്ങൾ നമുക്ക് പിന്നെ പറയാം. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ മുമ്പ് തന്നെ ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടാത്മഹത്യ നടന്നത് ഈ മസാദയിലാണ്. 960-ലധികം ആളുകൾ തങ്ങളെ തന്നെ, തങ്ങളുടെ മക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എല്ലാം കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ ആത്മഹത്യ മസാദ കൊണ്ട് അവസാനിച്ച് അവിടെയാണ്. അതായത് റോം അറ്റാക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഒരാൾ പോലും ശേഷിക്കാതെ അവിടെ കൊല്ലപ്പെട്ടു. പക്ഷെ കുറച്ച് സ്ത്രീകൾ ആ ഭാഗത്ത് കൊല്ലപ്പെടാതെ ഗുഹകളിൽ മറഞ്ഞിരുന്നു. ഈ ഗുഹകളിൽ നിന്ന് മറഞ്ഞിരുന്നവരിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ പിൽക്കാലത്ത് ലഭിക്കുകയുണ്ടായി. അത് ജോസീഫസിൻ്റെ പുസ്തകങ്ങളിലുണ്ട്. അത് നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ ഈ തീ കൊണ്ട് കത്തിച്ച്, അതായത് ഈ എന്തു പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മൃഗത്തെയൊക്കെ എടുത്ത് തീപ്പൊയ്കയിലിട്ടു എന്നുള്ള ആ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ചരിത്രങ്ങളെ കുറച്ച് ഡീറ്റെയിലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എലിയാസർ എന്ന് പറയുന്ന ഇയാൾ ബൻ യായീർ എന്ന് പറയുന്ന വളരെ പൊട്ടൻഷ്യലായിട്ടൊരു കമാൻഡർ ആയിരുന്നു സിക്കാരി മൂവ്മെന്റിനകത്ത്. ഇദ്ദേഹമാണ് മസാദയിലേക്ക് ഓടിപ്പോയത്. അദ്ദേഹത്തെക്കുറിച്ച് ഫ്യൂ ഓഫ് ദർ പ്രൈവറ്റ്ലി എസ്കേപ്ഡ് മസ്ക എമംഗ് ഹൂം വെയർ എലിയാസർ സൺ ഓഫ് ദ ജായർ ഹു വാസ് ദ കിൻ ഓഫ് മഹനീം ആൻഡ് ആക്ട് എസ് എ പാർട്ട് ഓഫ് ദ ടൈറന്റ് മസാദ ആഫ്റ്റർ. അതായത് അവസാനം വരെ നിലനിന്നിരുന്ന ആളാണ് ഈ എലിയാസർ ബൻ ജായീർ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഞാൻ കൂടുതൽ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നത്. ഞാൻ മഹനീം എന്ന് പറയുന്ന ഈ ആളിലേക്ക് പോയി. ഇദ്ദേഹമാണ് അവസാനത്തെ ആള്, 7ാമത്തെ ആള്, കുറച്ച് നേരത്തേക്ക് വന്ന ആള്. ഈ മഹനീം എന്ന ആൾ വന്ന 66-ലാണ്. ഞാൻ പറഞ്ഞു ഓഗസ്റ്റിലേക്ക് വരുന്നു, സെപ്റ്റംബറിൽ വരുന്നു, ഡിസംബർ ആകുമ്പോഴേക്ക് കൊല്ലപ്പെടുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. എലിയാസർ ബൻ ജായീറിന്റെ കസിൻ ആയിരുന്നു ഇത്. മഹനീം എന്ന് പറഞ്ഞ ആള് ഗ്രാൻഡ് സൺ ഓഫ് ജൂഡ ഓഫ് ഗലീലി, എസെക്കിയയുടെ ഫാമിലി ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മഹനീം ദ സൺ ഓഫ് ജൂഡ വാസ് എ കോൾഡ് എസ് ഗലീലിയൻ ഹു വാസ് എ വെരി കണ്ണിങ് sophister and had formerly reproached the Jews under Cyrenus, and that after that God they were subject to Romans, took some of the man for the notum and returned to the Masada. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാദ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറേ പേര് പ്രൈവറ്റായിട്ട് പോകുമ്പോൾ യായീറോടെ ചേർന്ന് പോയത്.
ആൻഡ് ബ്രോക്ക് അപ്പ് കിങ് ഹെറോദൻ്റെ ആർമറി അവർ അറ്റാക്ക് ചെയ്തു. അവിടുത്തെ സകല ആയുധങ്ങളും അവർ കൈവശപ്പെടുത്തി. മറ്റവരുടെ ജലസ് മൂവ്മെൻ്റ് ആളുകളുടെ കൈവശം അത് കൊടുത്തു. അവസാനം ഇവർ ഇതുകൊണ്ട് നേരെ യെരുശലേമിൻ്റെ രാജാവായിട്ട് മഹനീം വരുന്നു എന്നാണ് നമ്മൾ വാർ ഓഫ് ദ ജൂസ് ബുക്ക് നമ്പർ 2 17 പാർട്ട് 8 കാണുന്നത്. അതായത് സ്റ്റേറ്റ് ഓഫ് കിങ് ഓഫ് ദ യെരുശലേം ഹി ബിക്കെയിം ദ ലീഡർ ഓഫ് ദ സെലസ് മൂവ്മെൻറ്റ്. സെലസ് മൂവ്മെൻറ്റ് ലീഡറായി മെനാഹേം മാറുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. മെനാഹേം ഇത് നമ്മളിപ്പം ഊഹിച്ചടിക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഹിസ്റ്ററി വെച്ച് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ സമയത്ത് ആദ്യമായിട്ട് സിക്കാരികളും സെലസ് ആളുകളും യെരുശലേമിൽ എന്തുണ്ടായി? വലിയ കലാപമുണ്ടായി. അവർ അന്റോണിയ എന്ന് പറഞ്ഞ ഫോർട്രസ് അറ്റാക്ക് ചെയ്തു. ആൻഡ് വലിയ വലിയ ആളുകളെ, ധാരാളം ആളുകളെ ഈ മെനാഹേമിൻ്റെ നേതൃത്വത്തിൽ കൊന്നു. റോമിന് വരെ തങ്ങൾ ഒരു ഭയമായിരുന്നു. റോം പോലും ഭയപ്പെടുന്ന നിലയിൽ ഇവർ ഇടപെട്ടു. അവസാനം ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിയാസർ ബൻ അനനാസ് വന്നിട്ട് മഹനേമിനെ അറ്റാക്ക് ചെയ്തത്. അതറിയാം. അദ്ദേഹം അഗ്രിപ്പ സോൾജേഴ്സിനെ കൊന്നു. ഞാൻ നേരത്തെ അത് പറഞ്ഞു. അദ്ദേഹം അവരുടെ ക്യാമ്പുകൾ തീയിട്ടു. ആൻഡ് ഓവർ ടു ദ പ്ലേസ് ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് ദ കിങ് കിൽ ദ ഹൈ പ്രീസ്റ്റ് അനനാസ് ബ്രദർ. ദിസ് പഫ്ഡ് ഹിം അപ്പ് ആൻഡ് മെയ്ഡ് ഹിം ബാർബേറിയസ് ക്രൂവൽ. ഇതൊക്കെ ചെയ്തപ്പോൾ താൻ വീണ്ടും വീണ്ടും ക്രൂരനായിട്ട് മാറുകയായിരുന്നു. ഒടുവിൽ മഹനേം എന്ന് പറയുന്ന ആളിനെ കുറിച്ച് മാർട്ടിൻ ഹെങ്കൽ എന്ന് പറയുന്ന ആൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഏകദേശം 25 MB ഉണ്ട് ആ പുസ്തകത്തിൻ്റെ വലിപ്പം. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അയക്കാനായിട്ട് പറ്റുന്നില്ല. വേറെ ഏതെങ്കിലും മാർഗത്തിൽ എൻ്റെ ഡെസ്ക്ടോപ്പിലൂടെ അയക്കാൻ ഞാൻ ശ്രമിക്കാം. അയക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കാതിരുന്നതിൽ എനിക്ക് ക്ഷമ തരണം. ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ആരുടെയും അങ്ങോട്ട് പോകുന്നില്ല, സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും കിട്ടിയോന്ന് എനിക്ക് അറിയത്തുമില്ല. ഓക്കെ, അങ്ങനെ ഹെങ്കൽ ഈ വിഷയത്തിൽ പറഞ്ഞാൽ ദ ബാറ്റിൽ ഫോർ ജെറുസലേം വാസ് നോട്ട് ഡിസൈഡഡ് അണ്ടിൽ ദ സിക്കാരി ഹൂ വെർ ടെസ്റ്റഡ് ഇൻ ബാറ്റിൽ and where Mahanaim allied groups and intervened. The entry of their lord into the city followed their initial success. This was a sign that the revolution had already succeeded. The Select had worked for 2 generations towards had now achieved their aim. കുറേ 2 തലമുറകളായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ പ്രതീക്ഷിച്ചിരുന്ന ഈ അറ്റാക്ക് അല്ലെങ്കിൽ ഈ കൺട്രോള് മനാഹേമിൻ്റെ നേതൃത്വത്തിലാണ് ഇവരുടെ കയ്യിൽ ലഭിച്ചത്. അങ്ങനെ എലിയാസ് ദ സൺ ഓഫ് അനനാസ് പ്ലോട്ടഡ് ടുഗദർ വിത്ത് ഹിസ് പാർട്ടി അഗൈൻസ്റ്റ് മഹനേം. പാർട്ട് ഓഫ് എലിയാസർ മോട്ടിവേഷൻ വാസ് ലൈസ് ടു അവെഞ്ച് ഹിസ് ഫാദർ. ഇവർക്കെതിരെ നിന്നത് അദ്ദേഹത്തിൻ്റെ അപ്പനെതിരായിട്ടുള്ള പ്രതികാരമായിട്ടാണ്. ഇതെല്ലാം എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഹിസ്റ്ററി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വാർ ഓഫ് ജൂസ് ദേ മെയ്ഡ് ആൻ അസൾട്ട് അപ്പോൺ മെഹനേം ഇൻ ദ ടെമ്പിൾ ആൻഡ് ഹി വെന്റ് അപ്പ് ടു വർഷിപ്പ് ഇൻ പോംപസ് മാനർ. അതായത് വലിയ രാജവസ്ത്രമൊക്കെ ധരിച്ച് ദൈവാലയത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഈ മകനെ വന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചു. അഡോൺ ആൻഡ് റോയൽ ഗവൺമെന്റ്സ് ആൻഡ് ഹാഡ് ഹിസ് ഫോളോവേഴ്സ് വിത്ത് ഹിസ് ആർമർ. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എല്ലാം ആയുധധാരികളായിട്ട് ഈ യെരുശലേം ദേവാലയത്തിനകത്ത് വന്നു കയറി. But Eleazar and his party fell violently upon him and did also the rest of the people, taking up stones to attack him, throw them at the sophister and thought as if he were once ruined and the entire seditions would fall to the ground. സകല ഗ്രൂപ്പിനെയും അവരെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞ ചരിത്രം. അപ്പം മഹനേം എന്ന് പറയുന്ന ആളുകളെ വളരെ വേഗത്തിൽ തന്നെ കൊന്നു. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു രാജാവായിട്ട് വന്നു. ഇദ്ദേഹത്തെ കണ്ട് ആളുകളുടെ പ്രതീക്ഷയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെ മഷിക എന്ന ആളുകൾ വിചാരിച്ചിരുന്നു. തങ്ങളെ റോമിൽ നിന്ന് വിടുവിക്കാൻ വന്ന മഷികയാണ് എന്ന് വിചാരിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞേക്കുന്നത്. അനേക കള്ളക്രിസ്തുക്കളും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഇനി ഞാൻ ഒന്നുകൂടെ ആ വിഷയത്തെ ഒന്ന് റിവ്യൂ ചെയ്യാം. ഇങ്ങനെ എസേക്കിയ, ജൂഡാസ് ദ ഗലീലിയ, ജേക്കബ് ദ സൺ ഓഫ് ജൂഡാസ്, സൈമൺ ദ സൺ ഓഫ് ജൂഡാസ്, ജായിർ ദ സൺ ഓഫ് ജൂഡ, ആ 5 പേർ വീണുപോയി. ഇപ്പോഴുള്ളവൻ ആരാ? എലിയാസർ ബെൻ ജായിർ എന്ന് പറയുന്ന ആൾ ഇപ്പോഴുണ്ട്. അതായത് യോഹന്നാൻ അത് എഴുതുന്ന സമയത്തുണ്ട്. അദ്ദേഹം ഈ ആളുടെ കാലഘട്ടം 66 മുതൽ 73 വരെയുള്ള കാലം. ഞാൻ പറഞ്ഞല്ലോ മസാദയിലെ അവസാനത്തെ ലീഡർ എലിയാസർ ബെൻ ജായിർ ആയിരുന്നു. ഈ വിഷയങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല സമയങ്ങളിൽ ആവർത്തിക്കും. Another one has to come and when he comes he must continue a short time. വെളിപ്പാട് 17:10 പറഞ്ഞിരിക്കുന്ന ആ ആള് മനേഹമാണ്. ദ റിബൽ ലീഡർ ഫോർ ഓൺലി എ മന്ത്. 1 മാസം മാത്രമേ ഇദ്ദേഹത്തിന് നിൽപ്പാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. മാർട്ടിൻ ഹെങ്കൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഹി വാസ് പ്രോബബ്ലി നോട്ട് ഓൺലി എ ലീഡർ ഓഫ് വൺ ഓഫ് മെനി റോബർ ബാൻഡ് ദാറ്റ് വെയർ ദ കൺട്രോൾ ഓഫ് ദ ഓപ്പൺ കൺട്രി. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ മുഴുവൻ സലറ്റ്സ് മൂവ്മെന്റിനെയും മുഴുവൻ സിക്കാരികളുടെയും
ലീഡർ, ദ ഹെഡ് ഓഫ് ദ സെലക്ട് മൂവ്മെന്റ്സിന്റെ ദ ഓൾ കൺട്രിയുടെ ലീഡറായിട്ടാണ് മനാഹേം മാറിയത് 1 മാസം കൊണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. പലരും പാർഷ്യലായിട്ടിരുന്നു അവരുടെ അധികാരങ്ങളെങ്കിൽ മനാഹേം മാത്രം വിതിൻ 1 മന്ത് താന് ഒരു ഓൾ മൂവ്മെന്റിന്റെ രാജാവായിട്ട് ദ ഓൾ കൺട്രിയുടെ അതോറിറ്റിയിലേക്ക് താൻ വന്നു. ഹിസ് അതോറിറ്റി വാസ് ബേസ്ഡ് ഓൺ ഹിസ് ഡിസെൻഡ് ഫ്രം ദ ഫൗണ്ടർ ഓഫ് ദ സെക്ട്, ഡിസെൻഡന്റ് ഫ്രം ദ ഫൗണ്ടർ ഓഫ് ദ സെക്ട്. അദ്ദേഹത്തിന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇദ്ദേഹം ആരംഭത്തിലെ ആ ഡൈനാസ്ട്രിയിൽ നിന്നുള്ള ആളാന്നുള്ള ഒരു പരിഗണന അതിനകത്തുണ്ടായിരുന്നു. ട്യൂഡാസിന്റെ മകനാന്നുള്ളത്. ആൻഡ് ഹിസ് ഓൺ മിലിറ്ററി പവർ, അദ്ദേഹത്തിന് സ്വന്തം പവർ ഉണ്ടായിരുന്നു, വിച്ച് ഗാട്ട് ഇൻക്രീസ്ഡ് ബൈ ദി സക്സസ്ഫുൾ അറ്റാക്ക് അഗൈൻസ്റ്റ് മസാദ്. അദ്ദേഹത്തിന്റെ ആർമി ശക്തിപ്പെട്ടത് മസാദെ ആക്രമിക്കപ്പെട്ടപ്പോഴാണ്. അവിടുന്നാണ് അദ്ദേഹത്തിന് ആയുധങ്ങളെല്ലാം ലഭിച്ചത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഓഫ് ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ബാറ്റിൽ ആൻഡ് ഹിസ് ഓൺ ഫോഴ്സ്ഫുൾ പേഴ്സണാലിറ്റി. ഇത് ഞാൻ പറഞ്ഞ സെലറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതായത് മാർട്ടിൻ ഹെങ്കൽ. നിങ്ങൾക്ക് മാർട്ടിൻ ഹെങ്കൽ എന്ന് പറയുന്ന ആളിൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾ നെറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇത് ഈ സെലസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 73 മസാദയുടെ അറ്റാക്ക് വരെയുള്ള മുഴുവൻ ഹിസ്റ്ററിയും അതിനകത്തുണ്ട്. മനാഹേം എന്ന് പറയാൻ ഇവിടെ മനാഹേം വാസ് ദ മെസ്സയ ഫിഗർ ആയിരുന്നു അദ്ദേഹം. ഈ ഞാൻ പറഞ്ഞല്ലോ 5 പേർ വീണു, 6ാമത്തെ പെണ്ണ് 7ാമത്തവൻ കുറച്ചു കാലം അവൻ മഷികായെ പോലെ ആയിരുന്നു പറഞ്ഞ് അംഗീകരിക്കപ്പെട്ടത്. മനാഹേം is regarded as the Messiah and the source also related to the legends of the peace and heart. Manahem's mother says, Manahയുടെ mother his woman is distressed because his temple was destroyed on the day that he was born. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും വായിക്കാനായിട്ട് നമുക്ക് സമയം അനുവദിക്കുന്നില്ല. ഒരു ഡച്ച് ഹിസ്റ്റോറിയൻ, അതായത് ജോന ലെൻഡറിങ് എന്ന് പറയുന്ന ഒരു ഡച്ച് ഹിസ്റ്റോറിയൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. There is no need for doubt whether Manahem claimed to be the Messiah. He was the warrior entered Jerusalem dressed as a king, quarreled with the high priest who may have entertained some doubts about the Manahem's claim, and worshipped God in the temple. We can be positive that Manahem wanted to be the sole ruler of the restored Israel. ഇസ്രായേലിന്റെ മുഴുവൻ റൂളറായിട്ടാണ് അദ്ദേഹം വന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ മഷികായിട്ട് ഒരു കൗഫ്മാൻ റോഹർ എന്ന് പറയുന്ന ഒരു റബി ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, റബനിക്കൽ ട്രഡീഷൻ സല്യൂട്സ് മനാഹേം മെസ്സിയൻഷിപ്പ് when stating that the Messiah's name is Manahem, the son of Hezekiah. അങ്ങനെ ആളുകൾ വിശ്വസിച്ചിരുന്നു. അതായത് മഷിക ഇദ്ദേഹമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അക്കോർഡിംഗ് ടു ഗെയ്ഗർ, he is the one who went up with the 80 couples of disciples for the law, equipped with golden armor, and cried out, "Written down the horn of the ox, you have no share in God of Israel." ഇദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ ഇത് വായിച്ചത്. ഹോൾഫ്മാൻ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം വലിയൊരു ഗ്രൂപ്പുമായിട്ട് മുകളിൽ പോയി താൻ കുറേ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതായിട്ട്. ഇതൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി ഇവിടെയാണ് നമ്മുടെ പ്രധാന പോയിന്റ്. ഈ 7ാമത്തെ ആള് കുറച്ചു കാലത്തേക്ക് വരികയും പെട്ടെന്ന് ദൈവാലയത്തിൻ്റെ അകത്തു വെച്ച് തന്നെ മനാഹേമിനെ എലിയാസർ ബൻ അനനാസും കൂട്ടരും കൊന്നുകളഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ജനത്തെ, ഒരു വലിയ പ്രതീക്ഷ. ഈ പ്രതീക്ഷയുടെ മുനമ്പിൽ ആ സൂചിമുനയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ റോമിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ലീഡർ എഴുന്നേറ്റ് വന്നിരിക്കുക. ഇസ്രായേലിൻ്റെ കണ്ണിൽ ഒരു മഷികയാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ മനാഹേം രംഗത്ത് വരികയാണ്. മസാദായിൽ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്ത് അതിനെ ആ റോമൻ ഗാരിസനെ തകർത്ത് അവരുടെ ആയുധങ്ങളെല്ലാം കൈവശപ്പെടുത്തി വലിയ ആർമിയോട് ചേർന്ന് 10,000-കണക്കിന് ട്രൂപ്സുമായിട്ടാണ് താൻ യെരുശലേമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇസ്രായേലിൻ്റെ ചിന്ത, അയ്യോ ഞങ്ങളുടെ രക്ഷകൻ വന്നിരിക്കും, ഈ റോമിൻ്റെ കൈ ഞങ്ങളെ വിടുവിക്കാനുള്ള ആൾ വന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? 1 മാസം കൊണ്ട് ഇദ്ദേഹത്തിന് മുറിവേറ്റു, ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിന്തയാണ്, ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതാണ്, അതായത് ഈ മാരകമായ തലയ്ക്ക് എന്ത് ചെയ്തു? മാരകമായ മുറിവേറ്റു. മാരകമായ മുറിവേറ്റു എന്ന് പറഞ്ഞാൽ മരണകരമായ മുറിവേറ്റു. ആരുടെ മരണം? തലയിൽ ഒന്നിന് മുറിവേറ്റു, അത് മരണകരമാണ്. എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിൻ്റെ മരണം സാധിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മുറിവാണ് ആ തലയ്ക്ക് പറ്റിയത്. ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ്, മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ തലയിൽ ഒന്ന് മരണകരമായ തല മാത്രം മരിക്കാൻ പറ്റില്ലല്ലോ. ആ തല മരിച്ചാൽ ആ മൃഗം മരിച്ചെന്നാ. അപ്പം ആ മൃഗം ഇപ്പോൾ തീർന്നു പോകുമെന്ന് തോന്നുന്ന നിലയിൽ
ഒരു തലയ്ക്ക് മുറിവേറ്റു. ഈ മുറിവേറ്റ തലയാണ് മനാഹേം. ഞാൻ പറഞ്ഞ മനാഹേമിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ വിക്കിപീഡിയയിലോ മറ്റ് ജൂയിഷ് റിസോഴ്സസിലോ, ജൂയിഷ് വിക്കിപീഡിയ, ജൂയിഷ് ഹിസ്റ്ററി, ഇതിലെല്ലാം ഇതുണ്ട്. നിങ്ങളിത് പഠിക്കണം. വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യൻ, മശിഹയാണെന്ന് തോന്നിപ്പിച്ച ആൾ, രക്ഷകനാണെന്ന് പറഞ്ഞ് അവതരിച്ച ആൾ, രാജാവായിട്ടാണ് താൻ രംഗത്ത് വരുന്നത്. വളരെ ശക്തനായ ആളാണ്. ഈ മനുഷ്യൻ്റെ മരണം ഇസ്രായേലിനെ വളരെ വളരെ വേദനിപ്പിച്ചു. അവരുടെ പ്രതീക്ഷകളെ മൊത്തം ഇല്ലാതെയാക്കുന്ന നിലയിലാണ് ഈ മനാഹേം എന്ന് പറയുന്ന ആളുടെ മരണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തിൽ ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. അപ്പം ഞാൻ മുമ്പ് ഇത് പഠിച്ചിട്ടുള്ളത്, ഇത് ഓട്ടോമസ് എന്ന് പറഞ്ഞ ഈ സുൽത്താൻമാരുടെ, അതായത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഉദയത്തോടുള്ള ബന്ധത്തിൽ ഈ മുറിവേറ്റത് വീണ്ടും ജീവൻ വെച്ചു എന്നും ISISO ഇസ്ലാമിക് സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, ആ സംഭവം ISISI റൈറ്റ്, ആ ഗ്രൂപ്പാണ് ഈ മൃഗം ജീവൻ പ്രാപിച്ചെന്നുള്ളതിൻ്റെ പഠനം നിലവിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിപ്പം നമ്മൾ സമകാലികമായിട്ട് ഈ കറണ്ട് വേൾഡിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ റോമ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്. വളരെ ക്ലിയറാണ്. കാരണം ഞാനിത് വിശ്വസിക്കാനൊരു കാരണമുണ്ട്, വേണ്ടി ഞാനത് പറയുന്നത്. കാരണം എനിക്ക് ഇൻ്റർനെറ്റിൻ്റെയോ സമകാലിക ചരിത്രത്തിൻ്റെയോ എക്കണോമിക്കൽ വേൾഡിൻ്റെയോ പൊളിറ്റിക്സിൻ്റെയോ അമേരിക്കയുടെ യൂറോപ്പിൻ്റെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ ഒന്നും, ഇനി ഏലിയൻസിൻ്റെ ഒന്നും ഹെൽപ്പില്ലാതെ വിശുദ്ധ ബൈബിളും ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രങ്ങളെയും കൂടെ ചേർത്ത് വെച്ച് നമുക്കിത് ക്ലിയർ ആയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിലവിലെടുക്കുന്ന ഏത് അലിഗോറിയേക്കാളും ആധികാരികമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നത്. ഇത് ധൈര്യമായിട്ട് ഞാൻ പ്രസംഗിക്കുക കാരണം ഇത് കൃത്യമായ ഹിസ്റ്റോറിക്കലി തെളിയിക്കാൻ പറ്റിയ കാര്യം. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും എതിർക്കാനായിട്ട് ആരും ഇതിനകത്ത് വരാത്തതിൻ്റെ കാരണം. രഹസ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പറ്റി. പലരും അത് ചർച്ച ചെയ്തിട്ട് അവരൊരു ക്ലാരിറ്റിയിൽ എത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മനസ്സിലാക്കണം, ഈ മുറിവേറ്റത് ആരാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ വൂണ്ടഡ് ഹെഡ് എന്ന് പറയുന്നത് മനാഹേം. ഇവിടെ പ്രശ്നം, ദീർഘവർഷത്തെ ഇവരുടെ പ്രതീക്ഷയായിട്ടാണ് ഈ സെലസ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ റോമിനെ എതിർക്കാനായിട്ടാണ്, യെരുശലേമിനെ രക്ഷിക്കാനായിട്ട്, ഇസ്രായേലിനെ രക്ഷിക്കുക, ഇസ്രായേലിന് സ്വാതന്ത്ര്യം 100% കൊടുക്കുക. അതായത് ഒരു ഇൻ്റർവെൻഷനും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ ഇസ്രായേലിനെ സ്വതന്ത്രമാക്കുക. ഈ ലക്ഷ്യത്തോടു കൂടെയാണ് സെലസ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അപ്പം മനാഹേമിൻ്റെ ഈ ഒരു വരവോടുകൂടെ വലിയ പ്രതീക്ഷയാണ് ഇസ്രായേലിന് വന്നത്. ജനങ്ങളെല്ലാം കൂടെ ആളുകൾ ഇയാളമ്മയാണ് വലിയ പ്രതീക്ഷ വെക്കുക. ഒരു മഷികയാണെന്ന് ആളുകൾ വിചാരിച്ചിരിക്കുക. ഈ സമയമാണ് നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് മരണം നിശ്ചയമായിട്ടും ആ സാധാരണ മരണമല്ല, ആ മൂവ്മെൻ്റ് അവസാനിക്കുന്നത് പോലെ ഒരു മരണം, മൂവ്മെൻ്റ് അവസാനിക്കുന്ന പോലെ മരണം. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് വരാനുള്ള ആളില്ല. അദ്ദേഹം നേരത്തെ എവിടെ പോയി? നേരത്തെ മസാദയിലേക്ക്, അതായത് എലിയാസർ ബെൻ യായിർ എന്ന് പറയുന്ന ഈ ഡൈനാസ്റ്റി തന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു രാജാവ്, അദ്ദേഹം നേരത്തെ ഓടിക്കഴിഞ്ഞു. അദ്ദേഹം വലിയൊരു ഗ്രൂപ്പുമായിട്ട് നേരെ മസാദയിലേക്ക് പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ മൂവ്മെൻ്റ് അവസാനിക്കാൻ പോവുക എന്ന നിലയിലേക്ക് വരിക. അതായത് മരണകരമായ ഒരു മുറിവ് ഈ മൃഗത്തിന് സംഭവിച്ചു, ഈ സെലക്ഷൻ മൂവ്മെൻറ്റിന് സംഭവിച്ചു, ഈ സിക്കാനി മൂവ്മെൻറ്റ്സിന് സംഭവിച്ചു. അത് മനാഹേമിൻ്റെ മരണമാണ്. ഒരുപാട് നേതാക്കന്മാർ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിർണായക ഘട്ടത്തിൽ AD 66 നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് റോമും ജൂയിഷും കൂടെ നമ്മളെ യുദ്ധം തുടങ്ങാനുള്ള സമയമാണ്. പ്രതിസന്ധി അതിൻ്റെ കൾമിനേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ നേതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻ്റ് അവസാനിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പ്രഹരമായിരുന്നു മനാഹേമിൻ്റെ മരണം. മനസ്സിലായവർക്കായി സ്തോത്രം. ശരി, ഇനി 3 കഥാപാത്രങ്ങളെ ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. അവരെക്കുറിച്ച് പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞോളാം. 3 പ്രധാന കഥാപാത്രങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ മരണം അങ്ങോട്ട് ശേഷം പൗരോഹിത്യ കുടുംബത്തിൽ നിന്ന്, അതായത് ലേവി കുടുംബത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഈ മൂവ്മെൻറ്റിൻ്റെ നേതാവായിട്ട് എഴുന്നേറ്റ് വരിക. അദ്ദേഹത്തിൻ്റെ പേരാണ് എലിയാസർ ബെൻ സൈമൺ. ഇവിടെ എലിയാസർ എന്ന് 2-3 ആളുണ്ട്. എലിയാസർ ബെൻ അനന്യ പുരോഹിതന്റെ മകൻ. എലിയാസർ ബെൻ യായീർ നമ്മുടെ ജൂഡായുടെ
അതായത് ഹെസേക്കിയയുടെ സിക്കാരി മൂവ്മെൻറ്റിൻ്റെ ജൂഡ ഓഫ് ഗലീലായുടെ മകൻ യായിർ, അല്ല യായിർ എന്ന് പറഞ്ഞ ആളുടെ മകൻ, അതായത് യൂഡായുടെ കൊച്ചുമകൻ എലിയാസർ ബെൻ യായിർ. ഇതൊന്നും തെറ്റായിട്ട് ചിന്തിക്കരുത്. എലിയാസർ ബെൻ യായിർ, എലിയാസർ ബെൻ അനനാസ്, ഇവരെല്ലാവരും തീർന്നു. എലിയാസർ ബെൻ യായിർ നേരെ മസാദയിലേക്ക് പോയി. അദ്ദേഹം നേരെ ഒരു പ്രൈവറ്റ് ട്രൂപ്പുമായിട്ട് നേരെ അങ്ങോട്ട് പോയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും ഇവരുടെ മനാഹേം ആ സമയത്ത് കൊല്ലപ്പെടുന്നു. ആരാൽ? എലിയാസർ ബെൻ അനനാസാൽ കൊല്ലപ്പെടുന്നു. പിന്നെ എലിയാസർ ബെൻ അനനാസിനെ നമുക്കറിയാം നേരെ ഇദ്ദേഹത്തെ ഈ വലിയ ട്രൂപ്പിൻ്റെ ജനറലായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറയാം, 10 തലയ്ക്കകത്ത് 10 കൊമ്പിനകത്ത് ഒരു കൊമ്പായിട്ട് മനാഹേമിനെ കൊന്ന എലിയാസർ ബെൻ അനനാസ് ഇഡൂമിയുടെ ജനറലായിട്ട് മാറുന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എലിയാസർ ബെൻ സൈമനെ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെസ്റ്റസ് ഗാലിയസ് എന്ന് പറയുന്ന ആ സിറിയൻ ആർമിയുമായിട്ട് യുദ്ധം തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവങ്ങൾ നടക്കുമ്പോഴാണ്, അതായത് ഈ മഹനീയം കൊല്ലപ്പെടുന്നു, ഇവിടെ റിബലിയസ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു, പ്രശ്നങ്ങളാകുന്ന സമയത്താണ് നേരെ സെസ്റ്റസ് ഗാലിയസിനെ സിറിയയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം എഴുന്നേൽക്കുന്ന ആര്? എലിയാസർ ബെൻ സൈമൺ ബാർ ജിയോറ എന്ന് പറയുന്ന, അതായത് എലിയാസർ ബെൻ സൈമൺ കെയിം ഫ്രം ദ പ്രീസ്ലി ഫാമിലി, വാർ ഓഫ് ദ ജൂസിലാണ്, ആൻഡ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഫാമിലി ഡൈനാസ്ട്രി ഓഫ് എസേക്കിയയുടെ ഫാമിലി ഡൈനാസ്ട്രിയിലില്ല. ഹി വാസ് ദ നെഫ്യൂ ഓഫ് സൈമൺ ബാർ ജിയോറ എന്ന് പറയുന്ന ആളിൻ്റെ അനന്തരവനായിരുന്നു എലിയാസർ ബെൻ സൈമൺ. ഇനി 3 ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി നിർത്താം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം ഇവരുടെ എല്ലാം ചരിത്രം ഒരുപാടുണ്ട്. എലിയാസർ ബെൻ സൈമൺ എന്ന് പറഞ്ഞ ആൾ എഴുന്നേറ്റു. ഈ എലിയാസർ ബെൻ സൈമണും ജോൺ ഗിസ്കാല, അതായത് ഗലീലയിലെ ഗിസ്കാലയിൽ നിന്നുള്ള ജോണും, സൈമൺ ബാർ ജിയോറ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിയാസർ ബെൻ സൈമണിൻ്റെ അങ്കിൾ. 3 ലീഡേഴ്സ് എഴുന്നേറ്റു. ഈ 3 ലീഡേഴ്സ് ഇതുവരെ യെരുശലേമിനകത്ത് ഇവരാരും കയറി ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ മനാഹേം മരിച്ച ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബൈബിളിൽ കാണുന്നത് ഇങ്ങനെയാണ്: മുറിവേറ്റതുപോലെ കണ്ടു, അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തു പോയി, സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതെന്തായി? മനാഹേം മരിച്ചിട്ടും ഈ മൂവ്മെന്റ് മരിച്ചില്ല. പെട്ടെന്ന് തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് 3 പ്രധാന ലീഡേഴ്സ് സെലഷ് മൂവ്മെന്റിന് ലീഡേഴ്സായിട്ട് വന്ന് ഈ മൃഗം വീണ്ടും എന്ത് വരിക? മരണപരമായ അനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. അതിന് നേതൃത്വം കൊടുത്ത 3 ആളുകളാണ് എലിയാസർ ബെൻ സൈമണും ജോൺ ഗിസ്കാലയും സൈമൺ ബാർ ജിയോറായും. ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ മൂന്ന് പേരാണ് 66 മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാ ഈ വാറിൻ്റെ മുമ്പിൽ നിന്ന ആളുകൾ. അതായത് ഈ യെരുശലേമിൽ നടന്ന യുദ്ധം നിങ്ങൾ എപ്പോഴും യെരുശലേമിൽ റോം വന്ന് അറ്റാക്ക് ചെയ്തെന്നാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്. റോം അല്ലായിരുന്നു യെരുശലേമിൻ്റെ നാശത്തിൻ്റെ കാരണം. ഞാൻ ഹിസ്റ്ററിയിൽ ഇങ്ങനെയാണ് വായിച്ചത്, ഈവൻ ടൈറ്റസ് പോലും കൊല്ലപ്പെടുമെന്ന് തോന്നുന്ന നിലയിൽ വളരെ ശക്തമായിരുന്നു ഈ സെലറ്റ്സ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. 10,000-കണക്കിന് ആയുധധാരികളായ സിക്കാരികൾ, യുദ്ധധാരികളായ ആളുകൾ ഈ മൂവ്മെന്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. റോം പോലും ഭയപ്പെടുന്ന നിലയിലുള്ള ശക്തന്മാരായ നേതൃത്വം, ആർമി ഈ സെലറ്റ്സ് മൂവ്മെന്റ് കയ്യിലുണ്ടായിരുന്നു. റോം ഇതിനെ അടിച്ചമർത്താൻ വന്നവരാണ്. പക്ഷെ പിൽക്കാലത്ത് റോമിന് ഇവരെ തകർക്കേണ്ടി വരികയാവുന്നത് യാദൃച്ഛിക സംഭവിച്ചതാണ് യെരുശലേമിന്റെ നാശം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കാരണക്കാര് ഈ സെലറ്റ്സ് മൂവ്മെന്റിന്റെ, സിക്കാരി മൂവ്മെന്റ്സിന്റെ ആളുകളായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 പേരെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ അന്ന് യെരുശലേമിലുള്ളവർ നേരെ എങ്ങോട്ട് പോട്ടെന്നാ? യഹൂദിയയിലേക്ക് ഓടിപ്പോട്ടെ. AD 66
സെസ്റ്റസ് ഗാലസ് രംഗത്ത് വരികയാണ്. അദ്ദേഹമാണ് ഇതിനെ അമർച്ച ചെയ്യാനായിട്ട് വരിക. ഇവിടുത്തെ സിവിൽ വാർ ആരംഭിച്ചത് AD 62 മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ 66 ആയപ്പോഴത്തേനും അതിൻ്റെ കൾമിനേഷനിലെത്തിയത് അടിച്ചമർത്തൽ ചെയ്യാൻ സെസ്റ്റസ് ഗാലസ് വരുന്നു. സെസ്റ്റസ് ഗാലസിനെ ഈ ഗ്രൂപ്പ് തോൽപ്പിക്കുന്നു. എലിയാസർ ബൻ സൈമൺ എല്ലാം കൂടെ ചേർന്ന് ഇവരെ അടിച്ച് തകർക്കുന്നു. അവരെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ സമൂഹത്തെ തകർക്കാനാണ് റോമിൽ നിന്ന് വെസ്പേഷ്യനെ അയച്ചത്. വെസ്പേഷ്യൻ ഗലീല മുടിച്ചിങ്ങോട്ട് വരുന്ന വഴിയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് 68 ആയപ്പോൾ ഒരു ന്യൂസ് വന്നു, റോമിൽ നിന്ന് നീറോ കൊല്ലപ്പെട്ടു. നീറോ കൊല്ലപ്പെടുമ്പോൾ വെസ്പേഷ്യൻ തൻ്റെ മകനായ ടൈറ്റസിനെ ഈ ദൗത്യം ഏൽപ്പിച്ച ശേഷം വെസ്പേഷ്യൻ റോമിലേക്ക് തിരിച്ചു പോകുന്നു. റോമിൻ്റെ സത്യത്തിലുള്ള അറ്റാക്ക് ഏകദേശം 5 മാസമേ ഉള്ളൂ. അതായത് ഈ മൂവ്മെൻറ്റ്സ്, ഈ 3.5 വർഷം, വളരെ 3.5 വർഷം, അതായത് നമ്മുടെ നാട്ടിലെ മഹോപദ്രവ കാലം എന്ന് പറയുന്ന 3.5 വർഷം 42 മാസം യെരുശലേമിനെ മെതിച്ചത് ഈ ജാതികളാണ്. ഈ ഇദൂമിയൻസും ഈ ഗലീലിയൻസും ഈ സെലക്ഷൻ മൂവ്മെന്റ് ആളുകളാണ്. ഇവരാണ് 3.5 വർഷം ഇവിടെ തേർവാഴ്ച നടത്തി മരണം കൊണ്ടത്. ഒരു റോമൻസും ആളുകളെ കൊല്ലാൻ വന്നില്ല. സാധാരണക്കാരെ കൊന്നു മുടിച്ചതെല്ലാം ഈ സെലക്ഷൻ മൂവ്മെന്റിന്റെ ആളുകളായിരുന്നു. റോമ 5 മാസം, അതായത് 79 ഓഗസ്റ്റിൽ വന്നിട്ട് അവസാനം വന്നിട്ട് ഏകദേശം 5 മാസം മാത്രമാണ് റോമ ഈ യെരുശലേമിനെ ഉപരോധിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഈ മൃഗമാണ്, ഈ മഹാമൃഗം, ഈ വൃത്തികെട്ട ഈ ജന്തുവാണ് ഇസ്രായേലിന്റെ നാശത്തിന് ഹേതുവായി മാറിയത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഈ അധർമ്മമൂർത്തി എന്നൊരു വാക്കുണ്ട് ബൈബിളിൽ. അധർമ്മമൂർത്തി, അതായത് ലോലെസ്, മാൻ ഓഫ് ലോലെസ്നെസ് എന്നാണ്. ഇത് ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ ആൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആന്റി ക്രൈസ്റ്റും അങ്കിൾ ക്രൈസ്റ്റും ഒന്നും അല്ലത്. ലോലെസ് എന്ന് പറഞ്ഞാൽ നിയമത്തെ എടുക്കാത്തവനാണ്, നിയമത്തെ മതിക്കാത്തവനാണ്. ഏത് നിയമത്തെ? ന്യായപ്രമാണത്തെ മതിക്കാത്ത ആൾ. ന്യായപ്രമാണം എന്തുമായിട്ടാണ് ബന്ധം? യെരുശലേം ദേവാലയവുമായിട്ടാണ് ബന്ധം. ക്രിസ്ത്യാനിത്വവും ന്യായപ്രമാണം തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ഇവിടുത്തെ 3 ആളുകൾ എങ്ങനെയാണ് ഈ അബോമിനേഷൻ ഓഫ് ഡിസൊലേഷൻ, അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായിട്ട് വന്നേന്ന് ഞാൻ പറയാം. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ AD 66 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ എലിയാസർ ബൻ സൈമൺ, ഇത് വളരെ പ്രധാനമാണ്, എലിയാസർ ബൻ സൈമൺ യെരുശലേമിൻ്റെ ഇന്നർ കോർട്ടിൻ്റെ അധികാരിയായി മാറി. അതായത് ദൈവം അധിവസിക്കുന്ന, ഷെക്കേനെ ഇറങ്ങി നിൽക്കുന്ന മോസ്റ്റ് ഹോളി പ്ലേസിൻ്റെ ഇന്നർ കോർട്ടിൻ്റെ അധികാരിയായി എലിയാസർ ബൻ സൈമൺ മാറി. യെരുശലേമിൻ്റെ ഔട്ടർ കോർട്ടിൻ്റെ ലീഡർഷിപ്പ് അധികാരിയായി ജോൺ ഗിസ്കാല മാറി. അപ്പൊ ജോൺ ഗിസ്കാല ഔട്ടർ കോർട്ട്, ഇന്നർ കോർട്ട് ആരാ? എലിയാസർ ബൻ സൈമൺ. ജോൺ ഗിസ്കാല യെരുശലേമിന്റെ ഔട്ടർ കോർട്ട്, ആ ഔട്ടർ കോർട്ടിൽ സായുധ സേനയുമായിട്ട് കലാപങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ജോൺ ഗിസ്കാലയാണ്. അതേസമയം സൈമൺ ബാർ ജിയോറ എന്ന് പറയുന്നയാള് യെരുശലേം സിറ്റിയുടെ കൺട്രോൾ, ഇപ്പൊ നിങ്ങൾ സിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് സൈമൺ ബാർ ജിയോറ, ഔട്ടർ കോർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ജോൺ ഗിസ്കാല, ചർച്ച്, അതായത് ഹോളി പ്ലേസിനെ, മോസ്റ്റ് ഹോളി പ്ലേസിനെ, സഭയുടെ ചർച്ചിന്റെ അകത്തെ, അതായത് ടെമ്പിളിന്റെ അകത്തെ ഇന്നർ കോർട്ടിനെ കൈകാര്യം ചെയ്ത എലിയാസർ ബൻ. അപ്പൊ എലിയാസർ ബൻ സൈമൺ എന്ന് പറയുന്ന ആള് വിശുദ്ധ മന്ദിരത്തിന്റെ അകത്താണ്. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം കയറിപ്പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത് എലിയാസർ ബൻ സൈമണാണ്. എലിയാസർ ബൻ സൈമൺ ഇന്നർ കോർട്ടിന്റെ അധികാരവും കൈവശപ്പെടുത്തുമ്പോൾ കർത്താവ് പറയാ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ, ഈ സമയത്താണ് യെരുശലേമിലെ ക്രിസ്തീയ സമൂഹം, ഈ സമയത്താണ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്ന യെരുശലേമിലെ ക്രിസ്തീയ വിശ്വാസികൾ, യഹൂദ ക്രിസ്ത്യാനികൾ ഓടി പെല്ലായിലേക്ക് പലായനം ചെയ്തത്. അപ്പം ഒരു ക്രിസ്ത്യാനി പോലും കൊല്ലപ്പെടാത്തതാണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ആന്റി ക്രൈസ്റ്റ് അല്ല. ദാണ്ടേ എലിയാസർ ബൻ സൈമൺ ഇന്നർ കോർട്ടിന്റെ അധികാരിയായി മാറി.
പുരോഹിതന്മാരെ നിയന്ത്രിക്കുന്ന, ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്ന ഒക്കെ ആളായിട്ട് ആര് മാറുക? ഈ മനുഷ്യൻ, ഈ സെലസ് മൂവ്മെന്റിന്, ഈ മൃഗത്തിന്റെ ആൾ മാറുക. അപ്പൊ മനാഹേം എന്ന് പറയുന്ന ആ തല മുറിവേറ്റു, ഇത് തീർന്നു എന്ന് തോന്നുമ്പോൾ ദാണ്ട 3 പേര് ചേർന്ന് ഈ മൃഗം ഇങ്ങനെ എഴുന്നേറ്റ് വരിക, ഉയർത്തെഴുന്നേറ്റ് വരിക, ജീവൻ പ്രാപിച്ചു. ഇത് കണ്ട് ഭൂവാസികൾ അതിശയിക്കുക. ഭൂവാസികൾ അതിശയിക്കുന്നു പറഞ്ഞാൽ യെരൂശലേമിലെ നിവാസികളാണ്, അല്ലാതെ ഇന്ത്യയിലെ ആളുകളല്ല. മുറിവേറ്റ ഈ മൃഗത്തിനാണെന്ന് മനസ്സിലായല്ലോ. ആ ഭാഗത്തെ ഞാൻ വിടുക. അപ്പൊ ടെമ്പിൾ കോർട്ടിന്റെ ഇന്നർ കോർട്ട്, ഔട്ടർ കോർട്ട്, സറൗണ്ടിങ് സിറ്റിയെ 3 പേരും കൂടെ ചുറ്റി നിൽക്കുക. അപ്പം സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റുമ്പോൾ മലകളിലേക്ക് ഓടിക്കോ എന്ന് പറഞ്ഞത് ഈ സൈമൺ ജിയോറയുടെ ഒക്കെ കയ്യിൽ 10,000 സൈന്യമാണ്. ഇവരുടെ എല്ലാം കയ്യിൽ ഓരോരുത്തർക്കും പ്രൈവറ്റ് ആർമിയാണ്. യെരൂശലേം ഇപ്പോൾ ജാതികളുടെ കയ്യിലേക്ക്. ജാതികൾ അതിനെ 3.5 വർഷം മെതിക്കും എന്ന് പറഞ്ഞാൽ 3.5 വർഷം ഈ സമൂഹമാണ് യെരൂശലേമിന്റെ കൺട്രോൾ. നിങ്ങൾക്കറിയാമോ, ഈ 66-ൽ ഇതിനകത്ത് വരുന്ന ആളുകളെ കൊല്ലുകയാണ്. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ടൈറ്റസ് ഇതിനെ ഉപരോധിക്കുന്ന സമയമാകുമ്പോഴേക്കും ഏകദേശം 5 മാസത്തോളം റോം ഇതിനെ ഉപരോധിച്ചു. ആ ഉപരോധിക്കുന്ന ടൈം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള 10,000 ലക്ഷക്കണക്കിന് യഹൂദന്മാർ യെരൂശലേമിലെത്തി. എന്തുകൊണ്ടാണ് മരണസംഖ്യ ഒരുപാടായത്? ഏകദേശം ഒരു 1 ലക്ഷത്തിലധികം പോപ്പുലേഷൻ മാത്രമേ യെരൂശലേമിലുള്ളൂ. പക്ഷേ 11 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 97,000 പേരെ അടിമകളായിട്ട് കൊണ്ടുപോയി. എങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ, ഇത് ആരംഭിക്കുമ്പോൾ പെസഹായുടെ ഉത്സവമാണ്. പെസഹായുടെ ഉത്സവത്തിന് ഇവരെല്ലാം കൂടെ യെരൂശലേമിൽ വരിക. യെരൂശലേമിലേക്ക് വരുമ്പോൾ തിരികെ പോകാൻ പലർക്കും പറ്റിയില്ല. കാരണം ആ സമയത്തേക്ക് ഇതിനെ ഉപരോധിച്ചു കഴിഞ്ഞു. അങ്ങനെ ആളുകൾ കൊല്ലപ്പെടുകയായിരുന്നു. അവരുടെ മുഴുവൻ ശവങ്ങളെടുത്ത് നേരെ ബെൻഹിന്നോം താഴ്വരയിൽ, നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന ആ നരകത്തിൽ കൊണ്ട് കത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് ആ നരകം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 3 വ്യക്തികൾ, ഇലിയാസർ ബൻ സൈമണും ജോൺ ഗിസ്കാലയും സൈമൺ ബൻ ജിയോറായും ഒക്കെ ചേരുന്ന ഈ 3 ഗ്രൂപ്പ്, ഇവരെയാണ് വിശുദ്ധ ബൈബിളിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞ ഇവരാണ്. അല്ലാതെ ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് ഇനി യെരൂശലേമിൽ ഒരു ആലയം ഉണ്ടാക്കി അവിടെ യാഗം നടക്കും. ദൈവം ഇതിന് സപ്പോർട്ടാണ്. ദൈവം സപ്പോർട്ട് ചെയ്യുമോ? ദൈവം തൻ്റെ പുത്രൻ്റെ യാഗം കൊണ്ട് എല്ലാറ്റിനും അവസാനം വരുത്തിയിട്ട് ഇനിയും യെരൂശലേമിൽ യാഗം നടത്താനും അതിനകത്ത് ദൈവം തീ ഇറക്കാനും. കാരണം യെരൂശലേമിൽ നമ്മുടെ പോലെ തീപ്പെട്ടി കൊണ്ട് കത്തിക്കാൻ പറ്റില്ല. യെരൂശലേമിനകത്തെ തീ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന തീയാണ്. ആ തീയാണ് അവർ കെടാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, മിശിഹായുടെ മരണത്തിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും രാത്രി മുഴുവൻ അവിടുത്തെ ഒലിവ് വിളക്ക് കത്തിയിട്ടില്ല. അവരെല്ലാ സന്ധ്യയ്ക്കും അവരുടെ വിളക്ക് കത്തിക്കും. പ്രഭാതമാകുമ്പോൾ എല്ലാം അണഞ്ഞിരിക്കും. യെരൂശലേമിന്റെ മഹത്വം നിങ്ങൾ വായിച്ചു പഠിക്കണം. യെരൂശലേമിന്റെ പുറത്തെ ആ യാഗപീഠത്തിന് മുകളിൽ കുടയം പിടിച്ചുകൊണ്ടായിരുന്നു നിൽപ്പില്ല. യാഗപീഠത്തിലെ തീക്കാനൽ കെട്ടുപോകത്തില്ല. കാരണം നാട് മുഴുവൻ മഴ പെയ്താലും യെരൂശലേമിന്റെ മുകളിലെ യാഗപീഠത്തിന് ചുറ്റും മഴ പെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയെ കെടുത്താൻ ഭൂമിയിലെ മഴയ്ക്ക് പറ്റിയില്ല. മഴ പെയ്യാതിരുന്നു. കാരണം കത്തുന്ന തീ, അതായത് നമ്മുടെ ഇഷ്ടത്തിന് തീ കത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കുക, യെരൂശലേമിൽ ഇനി ആലയം ഉണ്ടാക്കി സ്വർഗം വീണ്ടും തീ അയച്ച് യാഗം നടത്തി പുരോഹിതെല്ലാം ദൈവം സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്രയും ഒരു ഭൂളിഷ്നെസ് വേറെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇനി അവിടെ ഒരു ആലയം ഉണ്ടാവത്തില്ല. ഓൾറെഡി ദൈവപുത്രനായ യേശു പറഞ്ഞത് യെരൂശലേമിനെ കുറിച്ച് ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ജോൺ ഓഫ് ഗിസ്കാല, സൈമൺ ബൻ ജിയോറ ഇവരെല്ലാം കൂടെ ചേർന്ന് വളരെ വളരെ ശക്തമായ നിലയിൽ ജൂയിഷ് മൂവ്മെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോയി യെരൂശലേമിൽ റോമിനെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് വാക്കുകൾക്ക് വിരാമമിടാം. വളരെ കൃത്യമായിട്ട് ഈ വൂണ്ടഡ്, അതായത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ മരണകരമായി മുറിവേറ്റതുപോലെ കണ്ട ആ മൃഗത്തിന്റെ മുറിവ്, ആ രാജാവ് അത്താല മനാഹേം എന്ന് പറയുന്ന 1 മാസം മാത്രം ഭരിച്ച യെരൂശലേമിലെ ജനങ്ങൾ മശിഹ എന്ന് വിചാരിച്ച ശക്തനായ അധികാരിയായ പവർഫുൾ പേഴ്സൺ വെറും 1 മാസം കൊണ്ട് പട്ടുപോയി. മാരകമായ മുറിവ് അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ 3 പേർ യെരൂശലേമിന്റെ അകത്ത് കയറി ഇന്നർ കോർട്ടും ഔട്ടർ കോർട്ടും അതിന്റെ സറൗണ്ടിങ് മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്നവരായി ഒരു വലിയ സമൂഹം രംഗത്ത് വരികയാണ്. ഇവര് ആണ് വാസ്തവത്തിൽ പിന്നെ ആ മൃഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് കാണുന്നത്. ഇവരാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇവരായിരുന്നു. ഈ മൃഗമാണ് പിന്നെ വാങ്ങാനോ വിൽക്കാനോ ഒന്നും
പറ്റുന്നില്ല. കാരണം സമ്മതിക്കത്തില്ല, അങ്ങോട്ട് പോയി വാങ്ങാൻ സമ്മതിക്കുന്നില്ല, വിൽക്കാൻ സമ്മതിക്കാത്ത ഈ മൃഗത്തിൻ്റെ മുദ്രയും ഒക്കെ നമ്മൾ പിന്നെയാണ് വിഷയത്തെ പഠിച്ചോളാം. ഇവിടെ നമ്മൾ ഈ വിഷയം നിങ്ങൾക്ക് ബോധ്യമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അപ്പം 3-ാമത്തെ വാക്യത്തിൽ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഈ സർവ്വഭൂമി എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും പറയുന്നില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഇസ്രായേൽ എന്ന ലാൻഡിനെ കുറിച്ചാണ്, ഭൂമിയെക്കുറിച്ചല്ല. കാരണം ദൈവത്തിന് ഇങ്ങനൊരു പരിപാടി ഇനി ഇല്ല എന്നുള്ളത്. കാരണം ദൈവത്തിന് ഇനി ഒറ്റ പരിപാടിയേ ഉള്ളൂ, അവൻ്റെ രാജ്യത്തെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കുക. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സർവ്വഭൂമിയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയുക. ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിരോധി ഈ വെളിപ്പാട് പുസ്തകത്തിലെ ദുർവ്യാഖ്യാനമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദുർവ്യാഖ്യാനം ഉള്ളിടത്ത് ദൈവരാജ്യം പ്രസംഗിക്കാൻ പാടില്ല. അതായത് വെളിപ്പാട് പുസ്തകം ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ ആ വ്യക്തികൾക്ക് ദൈവരാജ്യം പദം പറയാൻ പോലും, കാരണം ദൈവരാജ്യം എന്ന പദം പറയുന്നെങ്കിൽ ആ ദൈവരാജ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നിത്യരാജ്യത്വം എന്നാണ്. അപ്പം നിത്യരാജ്യത്വത്തെ, മാറാത്ത രാജ്യത്വത്തെ, ഒരിക്കലും വീഴാത്ത രാജ്യത്വത്തെ പ്രസംഗിക്കുന്ന ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം ഇടയ്ക്ക് വരുമെന്ന് പറയുന്നതിനകത്ത് ലജ്ജ തോന്നണം. കാരണം ഞാൻ ഈ പറഞ്ഞത് വെളിപ്പാട് പുസ്തകം ഭാവിയിൽ സംഭവിക്കാനുള്ള ഒന്നാണ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർക്കും ഒരു പ്രീച്ചറിനും ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള അവകാശമില്ല. കാരണം നിങ്ങൾ വൈരുദ്ധ്യമാണ് പ്രസംഗിക്കുന്നത്. കാരണം ദൈവരാജ്യത്തെ നിത്യരാജ്യത്വവും അവൻ്റെ ആധിപത്യം മാറാത്തതും അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കുന്നതുമെന്ന് പുസ്തകം ആവർത്തിച്ച് പറഞ്ഞിരിക്കെ ഇനിയും അതേ ഭരണത്തിൻ്റെ മീതെ കയറി വേറൊരാൾ ഭരിക്കാൻ വരുമെന്നും കർത്താവ് വഴിമാറിക്കൊടുക്കും എന്ന് പറയുന്ന അപഹാസ്യമായ, പരിഹാസ്യമായ, നിന്ദ്യമായ ഭാഗം പറയുന്നവർക്ക് എങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റും? ദൈവരാജ്യം പ്രസംഗിക്കാൻ അസാധ്യമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ ദൈവരാജ്യത്തെ പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിന് ആണിക്കല് കയറ്റണമെന്ന് ഞാൻ തോന്നിയത്. എന്ന് പറഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും ആണി അടിച്ച് എവിടെയെങ്കിലും ആണി അടിച്ച് കുത്തി എവിടെയെങ്കിലും കയറ്റി വെക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തെ എവിടെയെങ്കിലും ഒതുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ പുസ്തകം ഒരുപാട് പേരെ നാശത്തിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിനകത്ത് മൃഗത്തെക്കാളും ഒരുപാട് പേര് ഈ പുസ്തകം മുഖാന്തരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് വെളിപ്പാട് പുസ്തകം ഭാവിയിൽ സംഭവിക്കാനുള്ള ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനും ദൈവരാജ്യം പ്രസംഗിക്കാൻ അധികാരമില്ല. ഞാൻ ഈ പറഞ്ഞ ചലഞ്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുക. കാരണം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെ നിത്യരാജ്യത്വമാണ്. അവൻ്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. അവൻ സകലത്തിൻ്റെയും അധികാരിയാണ്. അവനാണ് എല്ലാവറ്റിനെയും. ആ രാജ്യത്വം അവൻ്റെ സഭയ്ക്ക് അവൻ കൊടുത്തിരിക്കുന്നു, വിശുദ്ധന്മാർക്ക് കൈമാറിയത്. സംഭവം ചിലർ ചോദിക്കാറുണ്ട്, യേശു 2000 വർഷം ഭരിച്ചിട്ടും എന്താ ഇതുവരെ ശരിയാകാത്തതെന്ന്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: യേശു തൻ്റെ സഭയെ കൊണ്ടാണ് ഭരിക്കുന്നത്. സഭ ഇപ്പോൾ പള്ളിക്കും കൊട്ടി കീബോർഡ് ഒക്കെ വെച്ച് പുകച്ച് പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി ഒരു പരുവത്തിലൊക്കെ ഇങ്ങനെ അങ്ങ് പോവുക. ഈ സഭയ്ക്ക് ഇനിയും എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന് വേറെ ഇനിയും പ്രതീക്ഷയില്ല. ഇനിയും പുത്രൻ വരാനുള്ള സാധ്യതയില്ല. എനിക്കൊന്ന് പുത്രൻ ഇനിയും വന്നിട്ടൊരു പുതിയ സഭ തുടങ്ങത്തുമില്ല. സഭ കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് ദൈവരാജ്യം ഭൂമിയിൽ വരാത്തത്. അതുകൊണ്ട് നമ്മൾ പള്ളിക്കകത്ത് എൻ്റെ പള്ളി വലുതാണ്, എൻ്റെ ചർച്ച് വലുതാണ്, എൻ്റെ ചർച്ചിനാണ് പൂർവീയത ഉള്ളത്, എൻ്റെ ചർച്ച് എല്ലാം ശരിയാണ്, ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട്. കാരണം പറഞ്ഞല്ലോ, ഐ ലവ് എവറി ചർച്ച്, എവറി സഭയെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് ആരോടും വിരോധമോ ഒന്നുമില്ല. എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു, എല്ലാവരെയും ദൈവരാജ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ കത്തോലിക്ക, യാക്കോബ, മാർത്തോമ, CSI, ലൂതർ മിഷൻ, ഓർത്തഡോക്സ്, ഇവാഞ്ചലിക്കൽ മിഷൻ, എല്ലാ CSI എല്ലാവരും ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ എന്നേ ചെയ്യാമായിരുന്നു. നമ്മൾ പള്ളിക്കാര്യം അല്ലെങ്കിൽ ചർച്ചിൻ്റെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ട് ദൈവരാജ്യം വരാത്തതെന്ന് ചോദിച്ചാൽ കാര്യം ഒന്നേ ഉള്ളൂ. ഒന്ന്, ഇത് കൾച്ചറാണ്. ഈ നമ്മളെ കുറച്ച് നാൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചതിൻ്റെ തെളിവാണ്: ഒന്ന്, നമ്മളെല്ലാവരും രാവിലെ ചായ കുടിക്കുന്നത്; രണ്ട്, നമ്മൾ രാവിലെ വണ്ടി ഓടിക്കുമ്പോൾ ഇടത്തോട് ഓടിക്കുന്നത്; മൂന്ന്, നമ്മളെല്ലാവരും കൂടെ രാവിലെ പാൻ്റൊക്കെ വലിച്ചു കയറ്റി ഇടുന്നത്. ഇതെല്ലാം പിന്നെ നമ്മുടെ ഉപദേശിമാർ ടൈ ഒക്കെ കിടക്കി കെട്ടുന്നതെല്ലാം ഇതെല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിൻ്റെ കൾച്ചറൽ ഇമ്പാക്റ്റാണ്. അപ്പം ഒരു കൾച്ചറാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്, കൾച്ചറാണ്. അപ്പോൾ കൾച്ചർ ഇവിടെ വെളിപ്പെടണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ കൾച്ചറുള്ള വിശ്വാസികൾ വേണം. ഇത് തമ്മിൽ തല്ലുന്നവൻ, കുടിക്കുന്നവൻ, വ്യഭിചാരം ചെയ്യുന്നവൻ, കള്ളം മോട്ടിക്കുന്നവൻ, കുറ്റം പറയുന്നവൻ, പിന്നെ അടുത്തവനെ ആക്ഷേപിക്കുന്നവൻ, ആർക്കെതിരെ ഇവരൊക്കെ എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാകും? ഇവരാരും ദൈവരാജ്യത്തിൻ്റെ പണിക്കാരാകത്തില്ല. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം,
ഒരു വ്യഭിചാരിക്കും, മോഷ്ടിക്കുന്നവനും, കള്ളസാക്ഷ്യം പറയുന്നവനും, ദൂഷണം പറയുന്നവനും, ക്രോധമുള്ളവനും, കോപമുള്ളവനും, വഴക്കിടുന്നവനും, സഹോദരനെ വെറുക്കുന്നവനെല്ലാം ക്രിസ്ത്യാനിയാകാം, വലിയ സഭയുടെ മെമ്പറും ആകും. പക്ഷെ അവൻ ഒരുത്തരും ദൈവരാജ്യത്തിൻ്റെ മെമ്പർ ആകത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കും. നീ ഇഷ്ടത്തിന് ജീവിച്ചു, നിനക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന് അത് ഒരു തടസ്സവുമില്ല. ക്രിസ്ത്യാനിക്ക് നല്ലപോലെ ഈസ്റ്ററിന് വെള്ളം അടിക്കാം, ക്രിസ്മസിന് വെള്ളം അടിക്കാം, ധൈര്യമായിട്ട് എടുത്തിട്ട് എന്നിട്ട് യഹോവ മട്ട് വലിച്ചു കുടിച്ചെന്ന് നീ പറയാം. മനസ്സിലാകുന്നുണ്ട്? അതായത് ദുഷ്ടന്മാരതിൻ്റെ മട്ട് വലിച്ചു കുടിക്കുന്നു, യഹോവ അതിൻ്റെ തെളിനീര്, അങ്ങനെ ആൾ പറയാറുണ്ട്. ഒക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടത്തിന് കുടിക്കാം. നീ ദൈവരാജ്യത്തിൻ്റെ ആളല്ല, നീ വെറും പള്ളിയിലെ ആളാണ്, നീ വെറും സഭയിലെ ആളാണ്, ചർച്ചിൻ്റെ ആളല്ല. നീ ആ ചർച്ചിലെ മെമ്പറാണ്. യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് വരണമെങ്കിൽ കിങ്ഡത്തിൻ്റെ കൾച്ചറുള്ള ഒരു കൂട്ടം ആളുകൾ എഴുന്നേക്കണം. ഇത് ലോകത്തിൻ്റെ ഇഷ്ടത്തിന് പോകും, ലോകക്കാരൻ്റെ കൂടെ പോകും, സകല വേൾഡിനെയും ഇഷ്ടപ്പെട്ട് അതിനകത്ത് മയങ്ങി ജീവിക്കുക. എന്നിട്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആളാന്ന് പറയുക. ഈ കാലത്തെങ്കിലും നമ്മളൊന്ന് മടങ്ങി വരണം. ഈ കൊറോണ കാലത്തെങ്കിലും ഒരു മടങ്ങി വരുവൻ്റെ കാലമാണ്. ഞാൻ കണ്ടൊരു സത്യം, ഈ ദിവസങ്ങൾ കണ്ടത്, ലോകവും ദൈവവും ഒരുമിച്ച് പോകത്തില്ല. ലോകസ്നേഹമുള്ളിടത്ത് ദൈവസ്നേഹമില്ല. ലോകത്തിൻ്റെ കൾച്ചർ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൾച്ചർ വരത്തില്ല. അപ്പോൾ ക്രിസ്ത്യാനിയുടെ കൾച്ചർ സ്വർഗത്തിൻ്റെ കൾച്ചറാണ്. ആ കൾച്ചറിലേക്ക് നമ്മൾ വരാത്തത്തോളം ദൈവരാജ്യം അപ്രാപ്യമാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശത്രുവാണ്, വൈരുദ്ധ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെ ഇത്ര ഗൗരവമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം ദൈവരാജ്യത്തിൻ്റെ ശത്രുവായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കാരണം ഈ രാജ്യത്തിൻ്റെ ഇടയ്ക്ക്, അതായത് മുഴുവൻ സാമ്രാജ്യം യേശുവിൻ്റെ വകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കും. സകല ജാതികളുടെയും സകല രാജ്യങ്ങളുടെയും അവകാശവും ആധിപത്യവും നമ്മുടെ ക്രിസ്തുവിന് വന്നിരിക്കുന്നു. വരുമെന്നുള്ള കാഴ്ചപ്പാടാണ്, വന്നിരിക്കുന്നെന്നാണ്. അതായത് മേഘോന്നതനായി മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അത്യുന്നതനായവൻ തൻ്റെ പുത്രന് ഈ രാജ്യം മുഴുവൻ സമ്മാനം നൽകുകയായിരുന്നു. ഇതെല്ലാം കൊടുത്തു. എല്ലാ സാമ്രാജ്യവും കർത്താവിന് കിട്ടിയ ആ സാമ്രാജ്യം ഇതുവരെ നമ്മൾ ഈ ലോകത്തിൽ ആളിൽ കാണാത്തതിൻ്റെ ഉത്തരവാദികൾ ഇന്നത്തെ സഭയാണ്. അതുകൊണ്ടാണ് ഞാൻ പക, വിദ്വേഷം, ആക്ഷേപങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തത്. ഇത് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് ഒരു കൺഫെഷനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ വാശിയിലും വൈരാഗ്യത്തിലും ഇതൊക്കെ പറയുന്നു. ആളുകൾ നമ്മളിങ്ങോട്ട് എതിർക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ചു സംസാരിക്കുന്നു. ഹെവൻ്റെ കൾച്ചർ അല്ല, സ്വർഗത്തിൻ്റെ കൾച്ചർ അതല്ല. സ്വർഗത്തിൻ്റെ കൾച്ചർ ഈസ് എ ഹെവൻലി കൾച്ചർ. നമ്മുടെ നാട്ടിലൊന്നും നോക്കി ക്രിസ്ത്യാനിറ്റി എത്ര മനോഹരമായി. ഇപ്പോൾ ക്രിസ്ത്യാനിത്വം ഒരു മതമായിട്ട് മാറി. ജസ്റ്റ് ലൈക്ക് എ റിലീജിയൻ, ഒരു മതമാണ്. എല്ലാ മതങ്ങളെ പോലെ ഒരു മതം. നമുക്ക് ലക്ഷ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം. പക്ഷെ കർത്താവിൻ്റെ സഭയുടെ ലക്ഷ്യം എന്താ? ദൈവരാജ്യത്തെ ഭൂമി സ്ഥാപിക്കുന്ന. അപ്പൊ ക്രിസ്ത്യാനികൾ രാജ്യത്തിൻ്റെ കൾച്ചർ വെളിപ്പെടുത്തിയാൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ ലോകത്തെ മുഴുവൻ ദൈവരാജ്യമാക്കാൻ പറ്റും. ഈ ഇന്ത്യയെ രാജ്യമാക്കണമെന്നുള്ള കുറേ വിഡ്ഢികൾ പറയാറുണ്ട്. ഇന്ത്യയെ ക്രിസ്ത്യ രാജ്യമാക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടിയല്ല. 2020 സംഭവിക്കുമെന്ന് പ്രവചിച്ചവരും തീർന്നു, ഏറ്റു പറഞ്ഞവനും തീർന്നു, എല്ലാം തീർന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ഇന്ത്യ എന്ന രാജ്യത്തെ അല്ല, ഭൂമിയിലെ ഒരു രാജ്യത്തെയും ക്രിസ്തീയ രാജ്യമാക്കാനുള്ള പരിപാടി ഇല്ല. സ്വർഗത്തിൻ്റെ അജണ്ടയിൽ അതില്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെന്താ? ഇന്ത്യയിലെ 130 ജനവും ദൈവരാജ്യത്തിൻ്റെ മഹത്വം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താ ദൈവരാജ്യം? ദൈവരാജ്യത്തിനും ക്രിസ്ത്യാനിത്വത്തിനും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. കൂർക്കയും ആട്ടുംപുഴുക്കയും പോലെ ഉള്ളൂ. കൂർക്കയും ആട്ടുംപുഴുക്കയും തമ്മിൽ ഏകദേശം കറുത്തിരിക്കുക, പക്ഷെ രണ്ടും രണ്ടാം. ക്രിസ്ത്യാനിത്വവും ദൈവരാജ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. ക്രിസ്തു ഒരു മതമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗവൺമെൻറ്റാണ്. Christianity is a part of a religion. Kingdom of God is a part of government. So the ecclesia is not a part of religion. The ecclesia is a part of government. So book of Revelation ദൈവരാജ്യത്തിൻ്റെ എതിരാളിയാണ്. കാരണം ഞാൻ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ഞാനീ പറയുന്ന രീതിയല്ല. ഞാനീ പറയുന്ന രീതി കൃത്യമായി ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയുള്ളത്. അല്ലാത്തടത്തോളം ദൈവരാജ്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് വെളിപ്പാട് പുസ്തകം. അതിനകത്തെ